നമസ്കാരം. സോവിയറ്റ് യൂണിയനിലെ സൈബീരിയൻ തീരത്തുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ വനത്തിനകത്ത് 4 ചെറുപ്പക്കാർ ഒരു ചരിഞ്ഞ പാറപ്പുറത്ത് സന്ധ്യയായപ്പോൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ആ ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ഇവാനാണ്. ഇവാൻ കൂടെയുള്ള ചെറുപ്പക്കാരനായ പീറ്ററോട് പറഞ്ഞു, പീറ്ററെ, നമുക്ക് കുറച്ച് വിറക് സംഘടിപ്പിക്കണം. നീ നടാശിക്കൊപ്പം കൂടും, ഞാൻ എല്ലയുമായിട്ട് വരാം. അങ്ങനെ ഇവാൻസ് നിർദ്ദേശം കൊടുത്തതും ആ 4 സംഘം 2 ജോഡികളായി വനത്തിന്റെ അകത്തേക്ക് കടന്നു. അവരെത്തിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് അവരെത്തിയിട്ട് കുറച്ചു ദിവസമായി. അവിടുന്ന് പസഫിക് തീരത്തുകൂടിയുള്ള ആ ട്രെയിൻ യാത്ര അവർക്ക് ശരിക്കും വല്ലാത്ത സന്തോഷമുണ്ടാക്കിയ ഒരു യാത്രയാണ്. ധാരാളം കാഴ്ചകൾ കണ്ട്, ധാരാളം ആളുകളെ പരിചയപ്പെട്ട് ഒത്തിരി ദിവസം എടുത്തിട്ടാണ് അവർ ഈ ഡൈൻ നദീതീരത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഈ ഗ്രാമം ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരിയേറെ ആളുകൾ ഈ വനത്തിൽ എക്സ്പ്ലോർ ചെയ്യാനായി എത്തും. അങ്ങനെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അവർ അറിയുന്നതും ഇവിടേക്ക് എത്തുന്നതും. എന്തായാലും തണുപ്പ് അതിജീവിക്കാനുള്ള നടപടികൾ എടുത്തേ പറ്റൂ. ഇവാനും എല്ലയും കൂടി അവിടെ തറയിൽ വീണ് കിടക്കുന്ന ഒരു പൈൻ മരത്തിനെ കഷ്ണങ്ങളായി മുറിച്ച് അതുമായിട്ട് ആ പാറയുടെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് നടാഷിയും പീറ്ററും കൂടി ഏതെങ്കിലും മരങ്ങൾ വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോഴാണ് നടാഷിയുടെ ശ്രദ്ധയിൽ ഒരു പൈൻ മരം കണ്ടത്. അത് വീണിട്ടില്ല, അവിടെ ലേശം ഉണങ്ങി നിൽക്കുകയാണ്. നടാഷ പീറ്ററോട് പറഞ്ഞു, പീറ്ററെ, ഇതിനൊന്ന് മുറിച്ചാൽ മതി. പീറ്ററുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞു കോടാലിയുണ്ട്, ഒരു സ്മാൾ ആക്സ്. അതുപയോഗിച്ച് പീറ്റർ ആ മരം മുറിച്ചു തുടങ്ങി. അധികം മെനക്കെടാതെ തന്നെ പീറ്ററിന് ആ മരം മുറിച്ചിടാൻ പറ്റി. മരം താഴെ വീണതും പീറ്ററിന്റെ നടാഷിയും കൂടി ചേർന്ന് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതുമായി അവര് പാറയുടെ അടുത്തേക്ക് നടന്നു. ഒരു 3-4 ട്രിപ്പ് അവർക്ക് വേണ്ടി വന്നു ആ മുഴുവൻ മരങ്ങളും പാറയുടെ അടുത്തെത്തിക്കാൻ. ഇതിനിടയിൽ എല്ലയും ഇവാനും ചേർന്ന് കുറെ വിറക് അവിടെ ശേഖരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇത്രയും ആയപ്പോൾ തന്നെ സമയം ഏതാണ്ട് സന്ധ്യയോട് അടുത്ത് കഴിഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പും ഉടൻ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ കയ്യിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളുണ്ട്. എന്തായാലും അവർ കൊണ്ടുവന്ന ഉണങ്ങിയ ഇറച്ചി വേവിക്കാനുള്ള തയ്യാറെടുപ്പാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുന്നോടിയായി ആ കൊണ്ടുവന്ന വിറകുകൾ ഉപയോഗിച്ച് അവരൊരു വലിയ തീക്കുണ്ടം ഉണ്ടാക്കി. ശരിക്കും നല്ല വലിപ്പത്തിലുള്ള ഒരു തീ കുണ്ടം തന്നെ അവർ ഉണ്ടാക്കിയെന്ന് പറയാം. അതിന് ചുറ്റുമായി ഇരുന്ന ആ 4 സംഘം അവര് കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി. ഇപ്പോ സമയം സന്ധ്യ കഴിഞ്ഞൊരു ഏകദേശം ഒരു 7 മണിയാവും. ആ സമയത്ത് ചുറ്റുമുള്ള പൈൻ മരങ്ങൾക്കിടയിൽ നിന്ന് ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന് എല്ലയ്ക്ക് തോന്നിയതും എല്ല തലയുയർത്തി എല്ലാ ഭാഗത്തേക്കും നോക്കി. അവിടെ നിന്ന് ആരുമില്ല. ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാനും പറ്റില്ല. എല്ല വിചാരിച്ചു തനിക്ക് തോന്നിയതാവുന്നു. കാടിനകത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് പലരും നമ്മൾ നോക്കുമ്പോൾ തോന്നുന്നു എവിടെയോ വായിച്ചിട്ടുള്ളതായി എല്ലയ്ക്ക് അപ്പോഴാ ഓർമ്മ വന്നത്. അങ്ങനെ തോന്നിയത് അവൾ വീണ്ടും ആ തീക്കൂട്ടത്തിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഈ സമയത്ത് ഇവാനും പീറ്ററും കൂടി അവർ കൊണ്ടുവന്ന ഉണക്കിയ ഇറച്ചിയെ അതിമനോഹരമായ ഒരു ഭക്ഷണപദാർത്ഥമായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കട്ട്ലേറ്റുകൾ ഉണ്ടാക്കാൻ പീറ്റർ മിടുക്കനാണ്. പീറ്റർ ഇവാനും കൂടി ചേർന്ന് ആ പ്രക്രിയ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലയ്ക്ക് പിന്നെ ഒരു സംശയം. ആരോ സംസാരിച്ചോ എന്നൊരു സംശയമാണ് ഇപ്പൊ എല്ലയ്ക്ക് ഉണ്ടായത്. എല്ലാം അവളുടെ ചെവി വട്ടം പിടിച്ചു. ആരോ സംസാരിക്കും പോലെ ഇപ്പൊ അവൾക്ക് വ്യക്തമായി കേൾക്കാം. എന്തൊക്കെയോ പെറുപിറുക്കുകയാണ്. എല്ലാ ചെവി വട്ടം പിടിച്ച് ചുറ്റും നോക്കുന്നത് നടാഷയുടെ ശ്രദ്ധയപ്പെട്ടു. നടാഷ എന്നോട് ചോദിച്ചു, ഏയ് എല്ല, എന്തു പറ്റി? നടാഷ, ആരോ സംസാരിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നില്ലേ? സംസാരിക്കുന്ന ശബ്ദവും ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞുവെങ്കിലും നടാഷിയും ഒന്ന് ചെവി വട്ടം പിടിച്ചു. രാത്രിയാണ്. ആ തീക്കുണ്ടം ഉണ്ടാക്കുന്ന പ്രകാശത്തിന് അപ്പുറത്തേക്ക് വേറെ ഒരു കാഴ്ചയും അവർക്ക് ദൃശ്യമല്ല എന്നതാണ് സത്യം. പക്ഷെ ആ കാഴ്ച നൽകുന്ന പ്രദേശത്തിന് അപ്പുറത്ത് ആരൊക്കെയോ ഉണ്ടെന്നും അവര് സംസാരിക്കുകയാണെന്നുള്ള തോന്നൽ എല്ലയ്ക്ക് കൂടി വരികയാണ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവാൻസും പീറ്ററും ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ സജീവമാണ്. പെട്ടെന്നാണ് എല്ല ഒന്ന് ഞെട്ടുന്നത്. കുറച്ച് മാറി ഒരു താളത്തിൽ പൈൻമരങ്ങൾ അനങ്ങുന്നത് എല്ലയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഓരോ പൈൻമരവും അടുത്ത മരത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചായുന്ന പോലെ ഒരു കാഴ്ചയാണ് എല്ല കണ്ടത്. 2 ആളുകൾ സംസാരിക്കാനായിട്ട് അടുത്ത് വരും പോലെ പൈൻമരങ്ങൾ അടുത്ത് വരികയാണ്. അത് ഒരു സ്ഥലത്തല്ല, മിക്കവാറും എല്ലാ സ്ഥലത്തും ആ കാഴ്ച ആവർത്തിക്കുകയാണ്. 2 പൈൻമരങ്ങൾ തമ്മിൽ അടുത്ത് വരുന്നു. അതിനുശേഷം 2ാമത്തെ മരം 3ാമത്തെ മരത്തിനടുത്തേക്ക് വരുന്നു. അതായത് ഒരു രഹസ്യം മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നത് പോലെ ഒരു കാഴ്ച. മരം ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരികയാണ്. എന്തോ ഒരു രഹസ്യം അവർക്ക് ചുറ്റുമുള്ള മരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. ഈ കാഴ്ച ശരിക്കും എല്ല മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരും അങ്ങോട്ട് നോക്കുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് നടാഷെ പിടിച്ചു കുലുക്കി എല്ല അവളോട് ആ മരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ മരത്തിലേക്ക് നോക്കിയ നടാഷയും ആ കാഴ്ച കണ്ടു. പൈൻ മരം ചായുന്നത്. ഒരു മരം ചായുന്നു, അത് കഴിഞ്ഞ് അതിന്റെ അടുത്തുള്ള മരം ചായുന്നു. അങ്ങനെ ചാഞ്ഞ് പോവുകയാണ്. നടാഷയോടായി പെട്ടെന്ന് എല്ല ചോദിച്ചു, എല്ല
ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? അങ്ങനെ എല്ലാം വീണ്ടും ചോദിച്ചതും നടാഷിക്കും എന്തോ കേട്ടതുപോലെ തോന്നി. ആ പൈൻമരങ്ങളുടെ ഭാഗത്താണ് സംസാരം വരുന്നത്. ആ പൈൻമരങ്ങളുടെ മറ പിടിച്ച് ആരോ ഉണ്ട്, അവരാ സംസാരിക്കുന്നത്. ഈ സ്ത്രീകൾ തമ്മിലുള്ള ആ സംഭാഷണം സ്വാഭാവികമായിട്ടും ഇവാൻസിന്റെയും പീറ്ററുടെയും ശ്രദ്ധയപ്പെട്ടു. ശരിക്കും പീറ്ററും ഇവാൻസും ആ യുവതികളുടെ സംഭാഷണം ശ്രദ്ധിച്ചതുകൊണ്ടല്ല അവരുടെ ആക്ടിവിറ്റി നിർത്തിയത്. അവർക്കും ഇപ്പോ ആ ശബ്ദം കേൾക്കാം. ഇപ്പോ എല്ലാം പറഞ്ഞ കാര്യം ആ 4 പേരും കേൾക്കുകയാണ്. ആ ചരിഞ്ഞ പാറയുടെ സമീപത്ത് ആ തീക്കുണ്ടത്തിന് അടുത്തിരിക്കുന്ന 4 ഒരുപാട് ആളുകൾ സംസാരിക്കും പോലെ ഒരു തോന്നൽ. കലപല ആളുകൾ സംസാരിക്കുകയാണ്. ആ വനത്തിനകത്ത് ആ രാത്രിയിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ 4 സംഘം പതുക്കെ തിരിച്ചറിയുകയാണ്. പക്ഷെ ഒരേ ഒരു പ്രത്യേകത അവരിപ്പോഴും കാണുകയാണ്. ആ പൈൻമരങ്ങൾ അടുത്തടുത്ത് വരുമ്പോഴാണ് ആ സംഭാഷണം ഉണ്ടാകുന്നത്. പൈൻമരങ്ങൾ തമ്മിൽ ഇനി മനുഷ്യഭാഷയിൽ സംസാരിക്കുകയാവൂ? തികച്ചും യഥാർത്ഥമായ ആ ഒരു ചിന്ത ആദ്യം കടന്നു വന്നത് എല്ലയുടെ മനസ്സിൽ തന്നെയാണ്. അവൾ അമ്പരപ്പോടെ ആ യാഥാർത്ഥ്യം മറ്റുള്ളവരോട് പറയാനായി നോക്കുന്ന ആ നിമിഷത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു സംഭവം ഉണ്ടായി. ആ 4 നടുക്കുണ്ടായിരുന്ന ആ തീക്കുണ്ടത്തിൽ നിന്ന് തീ പെട്ടെന്നാണ് മുകളിലേക്ക് അങ്ങനെ ഉയർന്നത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ തീ ഇങ്ങനെ ഉയരുകയാണ്. അതിശക്തമായ പ്രകാശത്തോടുകൂടി ആ തീ ഇങ്ങനെ ഉയരുമ്പോൾ ആ 4 പേരും ഞെട്ടി എണീറ്റു. ആ തീ പെട്ടെന്ന് ചുറ്റും വ്യാപിക്കുകയാണ്. അങ്ങനെ തീ അവിടെ വ്യാപിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ബോധമനസ്സിൽ അങ്ങനെ ഒരു ബോധമുണ്ട് എന്നതാണ് സത്യം. പക്ഷേ ആ തീ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അത് ഒരു രൂപമായി മാറും പോലെ ഒരു തോന്നൽ ആ 4 പേർക്കും ഉണ്ടായി. ആ രാത്രിയിൽ ആ തീജ്വാല ഒരു കൂറ്റൻ മനുഷ്യന്റെ രൂപത്തിലേക്ക് അങ്ങനെ വളരുന്നു തോന്നിയ ആ നിമിഷത്തിൽ ഇവാൻസ് എല്ലയുടെ കയ്യിൽ പിടിച്ചു. എല്ലാ ഓടിക്കോ എന്ന് ഇവാൻസ് പറഞ്ഞതും മറുഭാഗത്ത് പീറ്റർ നടാഷിയുടെ കൈ പിടിച്ചുകൊണ്ട് ഓടി തുടങ്ങിയിരുന്നു. 4 പേരും അവര് വന്ന് അതേ റൂട്ടിലൂടെ തിരിച്ചോടി തുടങ്ങി. അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഓടിയാൽ അവർക്ക് ഗ്രാമത്തിലേക്ക് കടക്കാൻ പറ്റും. അവർ വന്ന അതേ ഗ്രാമത്തിലേക്ക് ആ റൂട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് അവരങ്ങനെ ഓടുമ്പോൾ ചുറ്റും ഇരുട്ട് മാത്രമാണ്. പക്ഷെ അതേ സമയത്ത് അവരുടെ ചുറ്റും ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിലോ തട്ടി ഇവാൻസ് വീണു. ആ ഇരുട്ടത്ത് താഴെ വീണുപോയ ഇവാൻസ് ചാടി എണീറ്റ് എല്ല എന്ന് വിളിക്കുമ്പോൾ മറുപടിയില്ല. അയാള് എല്ലയുടെ കൈ പിടിച്ച് ഓടി വന്നതാണ്. ഒന്ന് വീണ് എണീറ്റതേ ഉള്ളൂ. അപ്പോൾ എല്ലയില്ല. ആ ഇരുട്ടത്ത് എല്ലയുടെ ശബ്ദം കേൾക്കാതെ വന്നതും ഇവാൻസ് മറ്റുള്ളവരെ വിളിച്ചു തുടങ്ങി. പീറ്റർ, പീറ്റർ, നടാഷ, എല്ല. അയാൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അയാളുടെ ശബ്ദം ആ പൈൻമരങ്ങളിൽ ഇടിച്ച് പ്രതിധ്വനിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു ശബ്ദവും ഇപ്പൊ കേൾക്കാനില്ല. ഒരാളുടെയും ശബ്ദം മടങ്ങി വരാതായതും ഇവാൻസിന്റെ ദേഹത്ത് ഒരു വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങി. ശരിക്കും അയാൾ ഭയന്നാണ് ഓടിയത്. ആ ഭയം പതുക്കെ പതുക്കെ കൂടി വരികയാണ്. എല്ല അയാള് ആ ഇരുട്ടത്ത് ആ വാചകങ്ങൾ ആവർത്തിക്കുമ്പോൾ അയാൾക്ക് തിരിച്ച് ആ ശബ്ദം കേൾക്കാം. എണ്ണ. ആ ശബ്ദം തിരിച്ച് കേട്ടപ്പോൾ ഇവാൻസിന്റെ ഭയം അങ്ങനെ കൂടി വരികയാണ്. അയാള് ചുറ്റും ഒന്ന് നോക്കി, ഒന്നും കാണാനില്ല. പക്ഷെ ആരൊക്കെയോ തന്റെ ചുറ്റുമുണ്ടെന്ന് ഒരു തോന്നൽ ഇവാൻസിന്റെ ഉള്ളിലുണ്ട്. തന്നെ ആരോ നോക്കുന്നുണ്ട്. തനിക്കൊപ്പം വന്ന ആളുകൾ എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയുമില്ല. ഒരുപാട് ചിന്തകൾ ഇവാൻസിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇവാൻസ് കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചിട്ട് ഒരൊറ്റ ഓട്ടം. ഇവാൻസ് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നോ താൻ എങ്ങോട്ടാണ് ഓടുന്നതെന്നോ ഇവാൻസിന് ഒരു പിടിയില്ല. ഓടുന്നതിനിടയിൽ ഇവാൻസ് വീഴുകയും ചെയ്തു. വീണ ഇവാൻസ് എണീറ്റ് പിന്നെയും ഓടിത്തുടങ്ങി. പിന്നെയും അയാൾ വീണു. വീഴുന്നത് പൈൻമരങ്ങളുടെ പുറത്തിടിച്ചിട്ടാണ്. മരം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ മരത്തിനെ നോക്കി ഓടാൻ പറ്റുന്നില്ല. ആകാശത്ത് ഒരു നക്ഷത്രങ്ങളുമില്ല, ചന്ദ്രനുമില്ല. പൂർണ്ണ ഇരുട്ടിൽ ആ പൈൻമരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഓട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവാൻസിന് തന്നെ ഒരു സംഭവം ബോധ്യപ്പെടുത്തി. ഇവാൻസിന്റെ വായിൽ രക്തത്തിന്റെ രുചി അനുഭവപ്പെട്ടു. അയാളുടെ മുഖമൊക്കെ കീറി നീറുന്നുണ്ട്. ആ നീറ്റലിൽ ഒഴുകിയിറങ്ങിയ രക്തം അയാളുടെ ചുണ്ടിൽ പറ്റിയപ്പോഴാണ് തനിക്ക് പരിക്ക് പറ്റി എന്ന യാഥാർത്ഥ്യം ഇവാൻസ് തിരിച്ചറിയുന്നത്. അതുകൂടി അനുഭവപ്പെട്ടതും ഇവാൻസിന്റെ ഭയം ഒന്നുകൂടി കൂടി. തന്റെ വായിൽ രക്തത്തിന്റെ ചുവ അനുഭവപ്പെട്ടതും ഭയന്നു പോയ ഇവാൻസ് താഴെ വീണു. ശരിക്കും താഴെ വീണ ഇവാൻസിന്റെ ബോധം അവിടെ പോയെന്ന് പറയാം. നേരം നന്നായി വെളുത്തപ്പോൾ ഇവാൻസ് കണ്ണു തുറന്നു. ഇവാൻസ് ചാടി പിടിച്ച് എണീക്കുമ്പോൾ അയാള് അമ്പരപ്പോടെ ഒരു കാര്യം കാണുകയാണ്. അയാളുടെ തൊട്ടടുത്ത് പീറ്റർ കിടപ്പുണ്ട്. പീറ്ററുടെ അടുത്ത് എല്ലയും ഉണ്ട്. നടാഷ മാത്രമില്ല. അവർ 3 പേര് കിടക്കുന്നത് ആ ചരിഞ്ഞ പാറയുടെ അടുത്ത്, ആ തീക്കുണ്ടത്തിന്റെ തൊട്ട് അടുത്തായിട്ടാണ്. പെട്ടെന്ന് ബോധം വന്ന ഇവാൻസ് പീറ്ററെയും എല്ലയും വിളിച്ചുണർത്തി. അവരും ചാടി എണീറ്റു. അവർ ചുറ്റും നോക്കിയാണ്.
അവർക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ തലേദിവസം വൈകുന്നേരം ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതേ പാറയിൽ അവര് കിടക്കുകയാണ്. ശരിക്കും ആ പാറയിൽ നിന്ന് അവർ ഉരുണ്ട് താഴെ ആ തീക്കുണ്ടത്തിന്റെ അടുത്ത് വന്ന് വീണ് കിടക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ആ തീക്കുണ്ടം രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരുന്നുവെന്ന് വ്യക്തവുമാണ്. അതിനകത്ത് അവരിട്ടിരുന്ന വിറകെല്ലാം കത്തി തീർന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് എല്ലയും അതുപോലെ പീറ്ററും ഒരു കാര്യം തിരിച്ചറിയുന്നത്. നടാഷ അവർക്കൊപ്പം ഇല്ല എന്ന കാര്യം. ഇവാൻസ് ആ പാറയുടെ ചുറ്റും ഓടി നടന്ന് നോക്കുകയാണ്. നടാഷ! ഇവാൻസിന്റെ ശബ്ദവും അവർ കേട്ടു. ഏയ് ഇവാൻസ്, നടാഷ ഇവിടെ പോയി? അതാ ഞാനും നോക്കുന്നത്, നടാഷയെ കാണാനില്ല. അങ്ങനെ പറഞ്ഞ ഇവാൻസിന് പെട്ടെന്ന് തലേദിവസ സംഭവങ്ങൾ ഒന്നൊന്നായി ഓർമ്മയിലേക്ക് വരികയാണ്. ശരിക്കും ആ തീക്കൂട്ടത്തിൽ ഒരു മനുഷ്യരൂപം പോലെ ആ തീ ഇങ്ങനെ ഉയർന്നു വന്നത് അയാൾക്ക് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. നടാഷ എന്നുള്ള ഇവാൻസിന്റെ ആ വിളി കേട്ടപ്പോഴാണ് പീറ്ററും എല്ലയും ശരിക്കും സ്വബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. അവര് ഓടി ഇവാൻസിന്റെ അടുത്തെത്തി. നടാഷ എവിടെ? അതാ ഞാനും നോക്കുന്നത്, നടാഷയെ കാണാനില്ല. പെട്ടെന്ന് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആ മൂവർ സംഘം ആ പാറയുടെ ചുറ്റും ഓടി നോക്കിയ ഇവാൻസും പീറ്ററും എല്ലയും തുടർന്ന് ആ പൈൻ കാട്ടിനകത്തേക്ക് കയറി. പൈൻ കാട്ടിനകത്തേക്ക് ഏത് ഭാഗത്തേക്കാണ് അവർ ഓടിയെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ അവർക്കുണ്ട്. അവര് 4 പേരും കൂടെ ഓടിയത് ഗ്രാമത്തിന് നേരെയാണ്. അവർ വന്ന അതേ വഴിയിലേക്കാണ് അവർ ഓടിയത്. അങ്ങനെ തോന്നിയതും അവർ 3 പേരും ആ ഭാഗത്തേക്ക് തിരച്ചിൽ തുടങ്ങി. നടാഷ, നടാഷ! ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 പേരും ഇടയ്ക്കിടയ്ക്ക് നടാഷ, നടാഷ എന്ന് വിളിച്ചുകൊണ്ട് ആ പൈൻ കാടിനകത്ത് മുഴുവൻ അരിച്ചു പറക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. നടാഷ അവിടെയൊന്നുമില്ല. പെട്ടെന്നാണ് ഇവാൻസിന് തലേദിവസത്തെ സംഭവങ്ങൾ ഓർമ്മ വന്നത്. ഇവാൻസ് എന്നെ പിടിച്ചേർത്തിട്ട് എന്നോട് ചോദിച്ചു, എല്ല, നീ എന്നോടൊപ്പം അല്ലേ ഓടിയത്? എന്നിട്ട് നീ എവിടെ പോയി? ഇവാൻസ്, നമ്മൾ രണ്ടും കൂടെ ഓടിയപ്പോ ഞാൻ ഒന്ന് വീണ് ഞാൻ ചാടി എണീക്കുമ്പോ നിന്റെ ശബ്ദം കേട്ടു. നിന്റെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ ഓടി വരികയായിരുന്നു. നീ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നോ? എല്ലാം വാ വാന്ന്. അങ്ങനെ ഞാൻ നിന്റെ ശബ്ദത്തെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ഓടിയെത്തി. അവിടെ ഞാൻ കണ്ടത് തിളങ്ങുന്ന 2 കണ്ണുകളാണ്. ആ നിമിഷത്തിൽ ഞാൻ അവിടെ താഴേക്ക് വീണതാണ്. ബോധം വീഴുമ്പോ ഈ പാറയുടെ അടുത്ത് ഞാൻ കിടക്കുകയാണ്. അല്ല ഇവാൻസ്, നീ എപ്പോഴാ എന്നെ അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയത്? എല്ലാം പറഞ്ഞ കഥ കേട്ട ഇവാൻസിന്റെ കിളി പോയെന്ന് പറയാം. എല്ലാം ഇവാൻസിനോട് ചോദിച്ചത് എന്നെ എപ്പോഴാണ് ഇവാൻസ് ആ വീണ സ്ഥലത്ത് നിന്ന് എടുത്ത് ഈ പാറയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയെന്നാണ്. അത് കേട്ടതും ഇവാൻസ് അവിടെ ഒരു കല്ലിനെ പുറത്തങ്ങിയിരുന്നു. ഏയ് ഇവാൻസ്, എന്തു പറ്റി? എന്നോട് ചോദ്യം കേട്ടതും ഒന്നും മിണ്ടാതെ ഇവാൻസ് തിരിഞ്ഞ് പീറ്ററോട് ചോദിച്ചു, പീറ്ററെ, നിനക്ക് നടാഷയ്ക്കും എന്താ പറ്റിയത്? ശരിക്കും ഇവാൻസും എല്ലാം കൂടി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പീറ്ററുടെ മനസ്സിൽ തലേദിവസത്തെ സംഭവങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ ശരിക്കും ഒരു സ്വപ്നത്തിലാണെന്ന് പറയാം. അവന് വിശ്വസിക്കാനാവുന്നില്ല അവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ. അവൻ ഇവാൻസിനെ എല്ലാം നോക്കിയിട്ട് അവരോടായി ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങനെയാ എന്നെ കുഴിന്നെടുത്ത് പൊക്കിയത്? പീറ്ററുടെ ചോദ്യം എന്നയോടും ഇവാൻസിനോടുമാണ്. ആ ചോദ്യം കേട്ടതും എല്ലാ ചിരിച്ചുകൊണ്ട് പീറ്ററോട് പറഞ്ഞു, പീറ്ററെ, ഞാനല്ല നിന്നെ എടുത്ത് പൊക്കിയത്, ഇവാൻസ് ആണ്. ഞാനും നിന്നെ പോലെ തന്നെ വീണുപോയായിരുന്നു. ഇവാൻസ് എന്നെ എടുത്ത് ഇവിടെ പാറയുടെ അടുത്തുകൊണ്ട് കിടത്തിയായിരുന്നു. പീറ്റർ നല്ല സൈസുള്ള ആളാണ്. അത്രയും സൈസുള്ള ഒരാളെ ആ കുഴിക്കകത്തുനിന്ന് ഇവാൻസ് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് കിടത്തി എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പീറ്റർക്ക് ഒരു മാടി. പീറ്റർ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസേ, ഞാനൊരു വലിയ കുഴിയിലാണ് വീണുപോയത്. നീ എങ്ങനെ അതിനകത്തുനിന്ന് എന്നെ എടുത്ത് ഇവിടെ വരെ കൊണ്ടുവന്നു? എന്നെ തോളിലിട്ടുകൊണ്ട് നീ എങ്ങനെയാ ആ ഇരുട്ടത്ത് ആ കുഴി കയറി മുകളിലെത്തിയത്? പീറ്ററുടെ ചോദ്യം കേട്ടപ്പോ കിളി പോയതുപോലെ ഇരിക്കുകയാണ് ഇവാൻസ് അവർ രണ്ടുപേരും മാറി മാറി നോക്കിയിട്ട് അവന്റെ കൈ ഉയർത്തി തലയിലൊന്ന് ചൊറിയാൻ തുടങ്ങി. ശരിക്കും ഇവാൻസിന് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് ഈ കേൾക്കുന്നതെന്ന്. ഏയ് ഇവാൻസ്, നീ എന്താ ഞങ്ങളെ തുറച്ചു നോക്കുന്നത്? പീറ്റർ, നടാഷ എവിടെ? പീറ്ററുടെ ചോദ്യത്തിന് ഇവാൻസ് ഒരു മറു ചോദ്യം പീറ്ററോട് ചോദിച്ചു. പീറ്ററെ, നീയും നടാഷയും കൂടി ഒന്നിച്ചല്ലേ ഓടിയത്? എന്നിട്ട് നടാഷ എവിടെ പോയി? ഇവാൻസ്, ഞാനും നടാഷയും ഒന്നിച്ച് ഒരു കുഴിയിൽ വീണായിരുന്നു. നീ എന്നെ പൊക്കി എടുത്തപ്പോ നടാഷയെ കണ്ടില്ലായിരുന്നോ? ഇവാൻസിനോടുള്ള പീറ്ററുടെ ആ ചോദ്യം കേട്ടപ്പോ ഇവാൻസ് എന്നെയും പീറ്ററെയും ഒന്നുകൂടെ നോക്കിയിട്ട് പീറ്ററോട് ചോദിച്ചു, പീറ്ററെ, നീ വീണ കുഴി ഏത് ഭാഗത്താണെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അങ്ങനെ ഇവാൻസ് ചോദിച്ചതും പീറ്റർ അവര് നേരത്തെ ഇരുന്ന ആ ചരിഞ്ഞ പാറയിലേക്ക് നോക്കി. അതിനുശേഷം അവൻ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. ഗ്രാമത്തിലേക്കുള്ള വഴി ഇപ്പൊ അവന് കാണാൻ പറ്റുന്നുണ്ട്. അവൻ ഇവാൻസിനോട് പറഞ്ഞു, ദോ ആ ഭാഗത്തായിരിക്കും. ഗ്രാമത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നടാഷിന്റെ കൈ പിടിച്ചുകൊണ്ട് പീറ്റർ ഓടി എന്നുള്ള കാര്യം പീറ്റർക്ക് ഇപ്പോഴും അറിയാം. ആ ഭാഗത്ത് എവിടെയാണ് അവൻ നടാഷയും കൂടി വീണത്. പീറ്റർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ഒന്ന് നോക്കിയ ഇവാൻസ് പീറ്ററോട് പറഞ്ഞു, ബാ നമുക്ക് നോക്കാം. ഇവാൻസും പീറ്ററും എല്ലാം കൂടി ആ
കുഴിയുള്ള ഭാഗത്തേക്ക് നടന്നു. ഗ്രാമത്തിലേക്കുള്ള വഴിയിലേക്ക് നടന്നു കയറിയ ആ മൂവർ സംഘം പീറ്റർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നടക്കുമ്പോൾ പീറ്ററുടെ മുഖം വിളറി വരികയാണ്. തലേദിവസം രാത്രി അവിടെയുള്ള കുഴിയിലാണ് അവൻ വീണത്. പക്ഷേ ഇപ്പോ അവിടെ ആ കുഴി കാണാനില്ല. താൻ ആ കുഴി വീണു എന്നുള്ള കാര്യത്തിൽ പീറ്റർക്ക് ഒരു സംശയവുമില്ല. പക്ഷെ ഇപ്പോ അവിടെ അങ്ങനെ ഒരു കുഴിയേ ഇല്ല. ശരിക്കും പീറ്റർ അമ്പരപ്പോടെ അവൻ വീണു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാ പീറ്ററോട് ചോദിച്ചു, എന്താ പീറ്ററെ? എല്ലാ ഞാൻ ഇവിടെയാണ് കുഴി വീണത്. ഇവിടെയോ? ഇവാൻസ് ശരിക്കും പീറ്റർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. തലേദിവസം രാത്രി താൻ അനുഭവിച്ച കാര്യങ്ങൾ അവരോട് രണ്ടുപേരോടും ഇവാൻസ് പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും ഇവാൻസ് ആണ് അവരെ രക്ഷിച്ചെന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കുന്നത്. പക്ഷെ ഇവാൻസിന് സത്യം അറിയാം. ഇവാൻസ് രാത്രി എവിടെയോ വീണതായി ഇവാൻസിന് നല്ല ഓർമ്മയുണ്ട്. നേരം വെളുത്തപ്പോൾ ഇവാൻസ് ആ പാറയുടെ അടുത്ത് കിടക്കുകയാണ്. ആ പാറയുടെ അടുത്ത് നടാക്ഷിയെ മാത്രം കാണാതെ വന്ന ഇവാൻസ് എണീറ്റ് ചുറ്റും നോക്കുമ്പോഴാണ് എൽനയും അതുപോലെ പീറ്ററും എണീക്കുന്നത്. ആ കാര്യം ഇതുവരെയും ഇവാൻസ് അവരോട് പറഞ്ഞിട്ടില്ല. അവിടെ കുഴിയിൽ തനിക്കൊപ്പം വീണ നടാക്ഷിയെ കാണാനുമില്ല, കുഴിയും കാണാനില്ല. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച പീറ്റർ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പീറ്ററുടെ അവസ്ഥ മനസ്സിലാക്കിയ ഇവാൻസ് പീറ്ററെ ഷോൾഡറിൽ പിടിച്ച് അവിടെ ആ കല്ലിന്റെ പുറത്ത് അങ്ങനെ ഇരുത്തി. ആ പാറപ്പുറത്ത് 3 പേര് ഇരുന്നതും പീറ്റർ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങനെ ശരിയാകും. നമുക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകളോട് കാര്യം പറഞ്ഞ് നടാക്ഷിയെ തിരക്കാനുള്ള പരിപാടി തുടങ്ങാം. അത് കേട്ടതും എല്ലാം പറഞ്ഞു, അതെ അതെ, നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടാം, അല്ലെങ്കിൽ നടാക്ഷിയെ കണ്ടുപിടിക്കാൻ പ്രയാസമാവും. വളരെ വിശാലമായ ഒരു പൈൻ കാട്ടിനകത്താണ് ഇപ്പോൾ ആ മൂവസംഘം ഉള്ളത്. തലേദിവസം രാത്രിയിലെ സംഭവവികാസങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി വീണ്ടും ആ പൈൻ മര കാടിനകത്ത് തങ്ങാനുള്ള ധൈര്യം പീറ്റർക്കും എല്ലയ്ക്കുമില്ല. അത് അവരുടെ സംഭാഷണത്തിലൂടെ വെളിവായതും ഇവാൻസ് അവരോട് പറഞ്ഞു, നോക്ക്, നടാക്ഷിയെ നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ അതിന് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയല്ല വേണ്ടത്. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ വന്ന കാര്യം നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് നമ്മൾ പൂർത്തീകരിച്ചേ പറ്റൂ. ഇവാൻസ് ആ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പീറ്ററും എല്ലയും പെട്ടെന്നാണ് സ്വബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. അവര് ശരിക്കും ഒരു മിഷന്റെ ഭാഗമായി അവിടെ എത്തിയതാണ്. ആ 4 സംഘത്തിൽ നടാഷ മിസ്സാണെങ്കിലും അവർക്ക് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അതിനെക്കുറിച്ച് ആലോചിച്ച് എല്ലാ പെട്ടെന്ന് പറഞ്ഞു, അതെ, ഇവാൻസ് പറഞ്ഞത് ശരിയാണ്, നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ നടാഷയെ നമുക്കിങ്ങനെ ഉപേക്ഷിക്കാനും പറ്റില്ല. നടാഷയും കൂടി വേണം ആ മിഷൻ കംപ്ലീറ്റ് ആകാൻ. ആ കാര്യം എന്നെ പോലെ തന്നെ മറ്റു 2 പേർക്കും അറിയുകയും ചെയ്യും. അവര് 3 പേരും അല്പനേരം അതേക്കുറിച്ച് തന്നെ ആലോചിക്കുകയും പരസ്പരം പറയുകയും ചെയ്തപ്പോൾ ഇവാൻസ് അവരോട് പറഞ്ഞു, എന്തായാലും നമ്മളെപ്പോലെ തന്നെയാണ് നടാഷയും. നടാഷ വഴി തെറ്റിയാലും അവളുടെ കയ്യിലുള്ള മാപ്പിന്റെ സഹായത്താൽ മുന്നോട്ട് തന്നെ പോകും. അവള് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാവും നമ്മളെ തേടി. നമ്മൾ ഇവിടെ ഇരുന്നാൽ അത് നടാഷ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ പ്രയത്നങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇവാൻസ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പെട്ടെന്ന് പീറ്റർക്ക് തോന്നി. പീറ്റർ എന്നോട് പറഞ്ഞു, എല്ലാ ബാ, നമുക്ക് മുന്നോട്ട് പോവാം. ആ മൂവർ സംഘം അങ്ങനെ തീരുമാനിച്ചുറച്ചതും പാറപ്പുറത്ത് നിന്നിറങ്ങി വീണ്ടും അവരുടെ കയ്യിലുള്ള മാപ്പ് കാണിക്കുന്ന ദിക്കിലോട്ട് നടന്നു തുടങ്ങിയാണ്. കഴിഞ്ഞ ദിവസത്തെ അതേ ചുറുചുറുക്ക് ഇപ്പോഴത്തെ അവരുടെ യാത്രയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ കുറെ കൂടി ശ്രദ്ധ അവർക്ക് വന്നിട്ടുണ്ട്. ചുറ്റും അവർ വീക്ഷിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ എല്ലാ ഇവാൻസിനോട് ചോദിച്ചു, ഇവാൻസ്, ഇന്നലെ രാത്രി നമ്മൾ ആ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുതാത്ത കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടതായി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പൈൻ മരങ്ങൾ പരസ്പരം അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇവാൻസ്, ഇന്നലെ നിങ്ങൾ 2 പേരും കൂടി ആ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും നടാഷയും ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ പൈൻകാടുണ്ടല്ലോ, പൈൻകാട് പ്രത്യേക രീതിയിൽ ഇന്നലെ രാത്രി ചലിച്ചിരുന്നു. ചലിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ വിശ്വസിക്കില്ല. ഓരോ പൈൻമരവും അടുത്ത പൈൻമരത്തിനടുത്തേക്ക് ചേർന്ന് വരികയായിരുന്നു. അങ്ങനെ അവർ ചേർന്ന് വരുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. മനുഷ്യന്മാർ സംസാരിക്കും പോലെ, ആ പൈൻമരങ്ങൾ സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എല്ലാം പറഞ്ഞത് കേട്ടതും പീറ്റർ അമ്പരപ്പോടെ എന്നോട് പറഞ്ഞു, നീ എന്തൊക്കെയായി പറയുന്നത്? പൈൻമരങ്ങൾ തമ്മിൽ സംസാരിക്കാനും, അതും മനുഷ്യർ സംസാരിക്കും പോലെ? പീറ്റർ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാനും നടാഷയും കണ്ടതാണ്. നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ ആ കാഴ്ച കാണാതെ പോയത്. ഇത്രയും സമയം നിശബ്ദരായിരുന്ന ഇവാൻസ് പെട്ടെന്ന് എല്ലോട് പറഞ്ഞു, നീ പറഞ്ഞ കാഴ്ച ഞാൻ കണ്ടില്ലെങ്കിലും നീ പറഞ്ഞ ശബ്ദം ഞാൻ കേട്ടിരുന്നു. ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം.
അത് കേട്ടതും പീറ്റർ പറഞ്ഞു, ഇവിടെ പൈൻമരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ അഭിപ്രായം എതിർത്ത് പറഞ്ഞത്. ശബ്ദം ഞാൻ കേട്ടിരുന്നു. എല്ലയ്ക്ക് അത് കേട്ടപ്പോൾ ഒരു ആശ്വാസമായി. അവൾ മാത്രം കേട്ടു എന്ന് അവൾ കരുതിയ ആ ശബ്ദം പീറ്ററും ഇവാൻസും കേട്ടിരിക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ തല ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ച് നടന്നു. അപ്പോഴും അവർക്ക് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആ തീക്കുണ്ടത്തിന്റെ കാര്യമാണ്. തീ പെട്ടെന്നായിരുന്നു അവരുടെ മുന്നിൽ ആളിപ്പടർന്നതും ആ ആളിപ്പടർന്ന തീക്കുണ്ടത്തിന് ഒരു മനുഷ്യരൂപം ഉണ്ടായത്. അതിന് വല്ലാത്തൊരു പൊക്കം ഉണ്ടായിരുന്നു. വലിയൊരു പൈൻമരത്തിന്റെ അത്രയും പൊക്കത്തിൽ, വളരെ വലിപ്പത്തിൽ മനുഷ്യരൂപം പോലെ ആ തീക്കുണ്ടം മാറുന്ന കാഴ്ച ഇപ്പോഴും അവരുടെ കണ്ണിലുണ്ട്. അത് ഓർമ്മ വന്നതും പീറ്റർ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, ഇന്നലത്തെ ആ കാഴ്ച എന്റെ കണ്ണിതങ്ങ് മായുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാലും. അവരുടെ കൈവശം കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. അവർ കുറെ മണിക്കൂറുകളായി നടക്കുകയാണ്. അവരുടെ കയ്യിലുള്ള മാപ്പ് നോക്കിയാണ് അവർ നടന്നിരുന്നത്. ആ മാപ്പിൽ പറയുന്ന വിശ്രമസ്ഥലം എത്താൻ ഇനിയും സമയമെടുക്കുമെന്ന് മനസ്സിലായതും ഇവാൻസ് പീറ്ററോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് ഈ പാറയിരിക്കാം. അങ്ങനെ ആ 3 പേരും ആ പാറയിലിരുന്നു. അവര് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ കഴിച്ചു തുടങ്ങി. എനർജി ഡ്രിങ്ക്സും അതുപോലെ അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയാണ് അവർ കരുതിയിരിക്കുന്നത്. പീറ്ററും ഇവാൻസിനോട് സംസാരിക്കുന്ന സമയത്ത് എല്ലയുടെ കണ്ണുകൾ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞു. അവിടേക്ക് നോക്കി എല്ല അമ്പരപ്പോടെ ആ പാറപ്പുറത്ത് ചാടി എണീറ്റ് ചുറ്റും ഒന്ന് നോക്കി. എന്താ പീറ്റർ, ഇവാൻസ്, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? ഇവാൻസ്, നീ ചുറ്റും നോക്കി. എല്ല പറഞ്ഞത് കേട്ടതും ഇവാൻസും എണീറ്റ് ചുറ്റും നോക്കി. ആ നിമിഷത്തിനെ പീറ്ററും എണീറ്റു. പീറ്ററും ചുറ്റും നോക്കി. 3 പേരും ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ 3 പേരുടെയും മുഖത്ത് ഒരു വല്ലാത്ത ഭാവം ഉണ്ടായി വരികയാണ്. ഇവാൻസിന്റെയും പീറ്ററുടെയും മുഖവും ശരിക്കും വിവരണമായി. ഇതെങ്ങനെ ശരിയാകും? പീറ്റർ, ഞാൻ രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ ആ തറയിൽ കുത്തി നിൽക്കുന്ന ആ പൈൻമരത്തെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാം നോക്കുന്ന ഭാഗത്ത് ഒരു പൈൻമരം ഒടിഞ്ഞ് തറയിൽ കുത്തി നിൽക്കുകയാണ്. അതിന്റെ 2 അറ്റവും തറയിൽ കുത്തി നിൽക്കുകയാണെന്ന് പറയാം. അതൊരു അടയാളമാണ്. ആ അടയാളം അവര് നടാഷിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാം കണ്ടതാണ്. ഇപ്പോ അവർ കുറെ ദൂരം നടന്നതിന് ശേഷം ഒരു പാറപ്പുറത്ത് ഇരുന്നപ്പോൾ നേരത്തെ അവർ ഇരുന്ന അതേ പാറ തന്നെയാണ് അതെന്നുള്ള കാര്യം ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അവർക്ക് 3 പേർക്കും ഒരു കാര്യം അറിയാം. ഏകദേശം 3-4 മണിക്കൂർ അവർ നടന്നു കാണുന്നു. അവർ പക്ഷേ നടന്നെത്തിയിരിക്കുന്നത് അവർ നടത്തം തുടങ്ങിയ അതേ പാറയിലാണ്. ശരിക്കും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഇവാൻസ് ചിരിച്ചു പോവുകയാണ്. ശരിക്കും നമ്മൾ മണ്ടന്മാർ തന്നെയാണ്. നമുക്ക് എവിടെ വെച്ചോ വഴിതെറ്റി. നടന്ന് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തി. അങ്ങനെ ഇവാൻസ് പറയുമ്പോഴും പീറ്റർ അമ്പരപ്പോടെ ചുറ്റും നോക്കിയാണ്. അവൻ രാവിലെ ആ പാറയിൽ എല്ലയ്ക്കും ഇവാൻസിനൊപ്പം ഇരുന്നതാണ്. ഇപ്പോൾ അതേ പാറയിൽ 3-4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇരിക്കുന്നു. അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ആ 3 സംഘം അവസാനം അവർക്ക് തങ്ങാനുള്ള ഒരു പ്ലേസ് വേണമെന്നറിയാവുന്നതുകൊണ്ട് വീണ്ടും അവരുടെ ആ ചരിഞ്ഞ പാറയുടെ അടുത്തേക്ക് നടന്നെത്തി. ആ ചരിഞ്ഞ പാറയിൽ നിന്ന് അധികം ദൂരത്തായിരുന്നില്ല നടാഷി അന്വേഷിച്ച് അവർ പോയി ഇരുന്ന ആ പാറ എന്ന് പറയുന്നത്. ആ ചരിഞ്ഞ പാറയുടെ താഴെ തീ കൂട്ടാനുള്ള തീക്കുണ്ടമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പക്ഷെ വീണ്ടും ഇരുന്നാൽ ഇന്നലത്തെ പോലെ സംഭവം ഉണ്ടാകുമോ? ആ ഒരു ചോദ്യം 3 പേരുടെയും മനസ്സിലുണ്ട്. ഇന്നലെ അവർക്ക് ഉണ്ടായത് ഈ കാടിനകത്തുണ്ടാകുന്ന ഒരു മതിഭ്രമമാണ്. അങ്ങനെ ഒരു ധാരണയിലേക്ക് ആ 3 സംഘം ഏതാണ്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും തലേദിവസം കൊണ്ടുവന്ന വിറക് കുറച്ച് ബാലൻസ് കിടപ്പുണ്ട്. ആ വിറക് ഉപയോഗിച്ച് ഇന്നത്തെ രാത്രിയിലെ തണുപ്പിനെ അകറ്റാം. പിന്നെ മൃഗങ്ങൾ വരാതിരിക്കാനും തീ അനിവാര്യമാണ്. തീ ഇല്ലെങ്കിൽ രാത്രി മൃഗങ്ങൾ ആരെങ്കിലും അവർ പൊക്കിക്കൊണ്ടുപോയാൽ അവർ പോലും അറിയില്ല. തലേദിവസം കൊണ്ടുവന്ന വിറക് ആ രാത്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയതും ഇവാൻസ് പീറ്ററോട് പറഞ്ഞു, പീറ്ററെ, നമുക്ക് കുറച്ച് വിറക് കൂടി സംഘടിപ്പിക്കാം. അത് കേട്ടത് പീറ്റർ പറഞ്ഞു, ഞാൻ ഇന്നലെ മരം മുറിച്ച ഭാഗത്ത് നിന്ന് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ പീറ്റർ എണീറ്റതും എല്ലാ പീറ്ററോട് പറഞ്ഞു, ഞാൻ കൂടെ വരാം. എല്ലാം പീറ്ററും ആ വിറകെടുക്കാനായി പോകുമ്പോൾ അവിടെയുള്ള വിറകുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ജോലിയിലേക്ക് ഇവാൻസ് കടന്നു. ഏകദേശം അരമണിക്കൂറായപ്പോൾ എല്ലാ കുറച്ച് വിറകുമായി എത്തി. പീറ്റർ പുറകെ വരുന്നുണ്ട്. അങ്ങനെ എല്ല പറഞ്ഞതും എല്ലാം കൊണ്ടുവന്ന വിറക് കൂടി ഇവാൻസ് വാങ്ങിച്ച് ആ തീക്കുണ്ടം ശരിയാക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. എല്ലയും ഇവാൻസും ചേർന്ന് ആ തീക്കുണ്ടം ഒരുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന തിരക്കിലായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടും പീറ്ററെ കാണാതെ വന്നപ്പോൾ ഇവാൻസ് പീറ്റർ പോയ വഴിയിലേക്ക് നോക്കി. പീറ്റർ എന്താ താമസിക്കുന്നത്? ഇവാൻസ്, അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കിയാലും. ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഭയം എല്ലയ്ക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ പറഞ്ഞത്. എല്ലാം പറഞ്ഞു കേട്ടതും ഇവാൻസ് എല്ലയ്ക്കൊപ്പം പീറ്റർ മരം മുറിക്കാൻ പോയ ആ ഭാഗത്തേക്ക് നടന്നു. ഇവാൻസിനെയും കൊണ്ട് എത്തിയത് അവള് വിറക് പിറക്കിയ അതേ സ്ഥലത്തേക്കാണ്. പക്ഷെ അവിടെ എത്തിയ എല്ലാം പെട്ടെന്ന് അങ്ങ് നിന്നുപോയി. എന്താ ഇവാൻസെ ഇതൊന്ന് നോക്കി. ഇവാൻസ് എല്ലാം ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കുമ്പോൾ
അവിടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതും കൂറ്റൻ കാൽപ്പാടുകളാണ്. ഇവാൻസിന്റെ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത ശൈലിയിൽ ഉള്ള അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ള കാൽപ്പാടുകൾ, ഏതോ കൂറ്റൻ ജീവിയുടെ കാൽപ്പാടുകൾ അവിടെ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പീറ്റർ ഇല്ല. ആ ജീവി പീറ്ററെ അപകടപ്പെടുത്തി കാണോ? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പരസ്പരം ചോദിക്കാതെ തന്നെ എൽനയുടെയും ഇവാൻസിന്റെയും മനസ്സിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ചുറ്റുമൊന്ന് നോക്കി. ഒരു ഭയം ഇപ്പോൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ ശ്വാസത്തിൽ പോലും ആ ഭയമുണ്ട്. ഇവാൻസ് ഒന്ന് ശ്വാസം എടുത്തിട്ട് ഉറക്കെ വിളിച്ചു, പീറ്റർ, പീറ്റർ. ഇവാൻസിന്റെ ആ ശബ്ദം ആ പൈൻ മരങ്ങളിൽ ചെന്ന് തട്ടി പ്രതിധ്വനിക്കുന്നത് കൃത്യമായും അവർക്ക് കേൾക്കാം. ഒരു വല്ലാത്ത പ്രതിധ്വനി ആ കാട് ഉണ്ടാക്കുന്നുണ്ട്. പീറ്റർ, പീറ്റർ എന്നുള്ള ആ എക്കോ ആ പൈൻമര കാടുകളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടുപേരും ഇവാൻസും എൽനയും ആ ചുറ്റുവട്ടത്തുള്ള മരങ്ങൾക്കിടയിലൊക്കെ നോക്കുകയാണ്. പീറ്ററുടെ കാൽപ്പാടുകൾ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ആ കൂറ്റൻ മൃഗത്തിന്റെ കാൽപ്പാടുകൾ അവിടെ ഉണ്ട് എന്നല്ലാതെ പീറ്ററുടെ കാൽപ്പാടില്ല. ശുദ്ധശൂന്യതയിൽ പീറ്റർ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ തോന്നിയ എൽന ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നടാഷയെ കാണാതെ വിഷമിച്ച പീറ്റർ എന്നോടൊപ്പം വന്നത്. ശരിക്കും ഈ വിറക് വെട്ടാൻ വരുന്ന സമയത്ത് പീറ്റർ കരയുന്നുണ്ടായിരുന്നു. പീറ്റർക്ക് ഈ നടാഷയോടുള്ള അടുപ്പം അവർക്ക് രണ്ടുപേർക്കും അറിയാം. ഒരു ജോഡിയായി വന്നിട്ട് ഒരാളെ തികച്ചും അപ്രതീക്ഷിതമായി കാട്ടിൽ മിസ്സാകുക എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്കത് സഹിക്കാൻ പറ്റില്ല. എൽനയ്ക്കും ഇവാൻസിനും അത് മനസ്സിലാകും. എല്ലാം നീ പറഞ്ഞു വരുന്നത്? ഇവാൻസ്, എനിക്ക് തോന്നുന്നത് നടാഷയെ തിരക്കി പീറ്റർ കാട്ടിന്റെ ഉള്ളിലേക്ക് എങ്ങോട്ടോ പോയിരിക്കുകയാണെന്നാണ്. ഛേ, അവൻ എന്ത് മണ്ടത്തരോ കാണിക്കുന്നത്, നമുക്ക് ഒന്നിച്ച് തിരക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ ഇവാൻസ് പറയുമ്പോഴും ഇവാൻസിന്റെ കണ്ണുകൾ അവിടെ തറയിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ആ കാൽപ്പാടിലാണ്. പീറ്റർ നടാഷയെ തിരക്കി കാട്ടിലേക്ക് പോയി എന്ന വാദവും ആ കാൽപ്പാടും രണ്ടും തമ്മിൽ അങ്ങോട്ട് യോജിക്കുന്നില്ല. ആ മൃഗത്തിന്റെ സാമീപ്യം അതൊരു അപകട സൂചനയാണ്. നടാഷയെ തിരക്കി പീറ്റർ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം തിരക്കിന് ശേഷം പീറ്റർ മടങ്ങി വരും. ഒന്നുകിൽ നടാഷയുമായിട്ട് മടങ്ങി വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മടങ്ങി വരും. അങ്ങനെ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു ധാരണയാണ് ഇവാൻസിന്റെ മനസ്സിലുള്ളത്. പക്ഷെ അതേ സമയത്ത് ആ കാൽപ്പാട് അതൊരു ഉത്തരം കിട്ടാത്ത വിഷയമാണ്. പീറ്ററുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അത് ഉറപ്പായതും ഇവാൻസ് എല്ലിനോട് പറഞ്ഞു, എല്ല, നമുക്ക് എന്തായാലും നമ്മുടെ ബാഗ് ഇരിക്കുന്ന ഭാഗത്തേക്ക് മടങ്ങാം. അവിടെ ചരിഞ്ഞ പാറയിലാണ് അവർ ബാഗുകൾ വെച്ചിരിക്കുന്നത്. ഇവാൻസ് അങ്ങനെ എല്ലിനെയുമായി ആ ചരിഞ്ഞ പാറയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ എല്ല ഇവാൻസിനോട് ചോദിച്ചു, ശരിക്കും എന്താ സംഭവിക്കുന്നത്? തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നടാഷ മിസ്സായത്. ഇപ്പൊ ഇതാ പീറ്ററും ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ മിസ്സായിരിക്കുകയാണ്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ ഇവാൻസ് എല്ലിനെ ചേർത്ത് പിടിച്ച് പതുക്കെ നടന്നു തുടങ്ങി. ഇപ്പോ തണുത്തു തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ നല്ല തണുത്ത കാറ്റ് ആ പൈൻമരക്കാടുകൾക്കകത്തൂടി പതുക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേഹത്ത് അനുഭവപ്പെടുന്ന തണുപ്പ് കൂടിക്കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് ആ തീക്കുണ്ടം ശരിയാക്കണം. ആ ഒരു ധാരണയിലേക്ക് എൽനയും ഇവാൻസും എത്തി. അവർ ആ ചരിഞ്ഞ പാറയെ അടുത്തെത്തി അതിവേഗം തീക്കുണ്ടം ശരിയാക്കി തുടങ്ങി. അവർ ആ തീക്കുണ്ടത്തിന് തീയിട്ട് വിറകൊക്കെ വാരിയിട്ട് അതിനൊന്ന് ജ്വലിപ്പിച്ചുറങ്ങുമ്പോഴേക്കും ആകാശം അങ്ങ് ഇരുട്ടി തുടങ്ങി. എന്തായാലും രണ്ടുപേരുടെ കയ്യിലും ഉണക്ക ഭക്ഷണമുണ്ട്. അവരുടെ ഭക്ഷണം കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ആ ഭക്ഷണം എടുത്ത് അത് തയ്യാറാക്കാനുള്ള പരിപാടിയിലേക്ക് എൽനയും ഇവാൻസും കടന്നു. തലേദിവസം രാത്രി അവര് കണ്ട ആ കാഴ്ച ഇപ്പോഴും അവരുടെ കണ്ണുകളിലുണ്ട്. ഇന്നും അതുപോലെ സംഭവിക്കുമോ എന്നൊരു ഭയം രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അടുത്തടുത്തായിരിക്കുന്നത്. അവര് തീ ഉണ്ടാക്കി ആ തീ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ആ ഉണങ്ങിയ ഇറച്ചിയൊക്കെ വേവിച്ചെടുക്കുന്ന പ്രക്രിയയിലേക്ക് അവർ കടക്കുമ്പോൾ അവരുടെ ചെവിയിലേക്ക് ചില ശബ്ദങ്ങളൊക്കെ വന്നു തുടങ്ങി. മരങ്ങൾക്കിടയിൽ നിന്ന് തലേദിവസം രാത്രി എല്ലാം ആദ്യം കേട്ട അതേ ശബ്ദം ഇപ്പൊ ഇതാ വീണ്ടും കേൾക്കുകയാണ്. ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം. ആ ശബ്ദം കേട്ടതും ഇവാൻസ് എല്ലിനോട് പറഞ്ഞു, എല്ല, നീ ആ ശബ്ദം ശ്രദ്ധിക്കണ്ട. ഈ കാട്ടിൽ ആ സംസാരിക്കുന്ന ആരാണെങ്കിലും അവരുടെ ശബ്ദം നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതാണ്. അവിടെ അവരല്ലാതെ ആരൊക്കെയോ ഉണ്ടെന്നും ആ ആളുകളുടെ ശബ്ദം താനും എല്ലാം കൂടി ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ശ്രമിക്കാൻ ശ്രമിച്ചാൽ അത് ആ ശബ്ദമുണ്ടാക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാകില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് എങ്ങനെയോ ഇവാൻസിന്റെ മനസ്സിൽ ഉണ്ടായതാണ്. എപ്പോഴാണ് ചിന്ത തന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ചോദിച്ചാൽ ഇവാൻസിന് അറിയില്ല. പക്ഷെ ഇവാൻസ് പറഞ്ഞ കാര്യം എല്ലയ്ക്ക് അങ്ങ് ക്ലിക്കായി. എല്ല ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നമുക്ക് ആ ചിന്തയെ വിടാം, തൽക്കാലം ഭക്ഷണം കഴിക്കാം. അവർ രണ്ടുപേരും ആ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നു. പുറത്തുള്ള സംഭാഷണങ്ങൾ ഇപ്പോൾ ഒരു ശ്രദ്ധിക്കുന്നതേ ഇല്ല. തലേദിവസം പോലെ പൈൻമരങ്ങൾ പതുക്കെ ആടുന്നുണ്ട്, അടുത്തേക്ക് വരുന്നുണ്ട്.
ആ സമയത്ത് സംസാരിക്കും പോലെ ശബ്ദം കേൾക്കുന്നുമുണ്ട്. ആ കാഴ്ചകളിലേക്ക് മനഃപൂർവ്വം കണ്ണ് പാറി വീഴാതിരിക്കാൻ എൽനയും ഇവാൻസും ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചു തീരുന്നതും വരെയും അവരുടെ കണ്ണുകൾ ആ പൈൻമരങ്ങളുടെ അടുത്തേക്ക് പോയതേയില്ല. രണ്ടുപേരും കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് മാത്രം നോക്കി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം കടന്നു പോകുമ്പോൾ രണ്ടുപേർക്കും പതുക്കെ പതുക്കെ അവരുടെ ആ ആവേശം കൂടി വരികയാണ്. ചുറ്റുമുള്ള പൈൻമരങ്ങൾക്കിടയിലെ സംഭാഷണം ശ്രദ്ധിക്കാതിരുന്നാൽ ഒരു പ്രശ്നവും വരില്ല എന്നൊരു തോന്നൽ രണ്ടുപേരുടെ ഉള്ളിലും പതുക്കെ പതുക്കെ രൂപം കൊള്ളുകയാണ്. ഈ പൈൻമരങ്ങളുടെ അനക്കവും സംഭാഷണവും ഒക്കെ ഇപ്പോ വളരെ വ്യക്തമായി കേൾക്കാം. വളരെ കാര്യമായി ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ എന്തോ സംഭാഷണം നടക്കുകയാണ്. അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും മനഃപൂർവ്വം ആ പൈൻമരങ്ങളുടെ ഭാഗത്തേക്ക് നോക്കാതെ ഭക്ഷണം കഴിച്ചു തീർത്തു. അതിനുശേഷം പാത്രം നന്നായി തുടച്ച് വൃത്തിയാക്കി അവരുടെ ബാഗിലേക്ക് വെച്ചു. ആ തീക്കുണ്ടത്തെ അവരൊന്ന് ഒതുക്കി. ഇനി അവർ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് കടക്കുന്നത്. ആ ചരിഞ്ഞ പാറയിൽ ഒരു വെട്ടുണ്ട്. അതിൽ കാല് ചവിട്ടി മുകളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. തലേദിവസം അതൊക്കെ അവർ നോക്കി വെച്ചതാണ്. പക്ഷേ കഷ്ടകാലത്തിന് തലേദിവസം ആ തീക്കുണ്ടവും രൂപവും ഒക്കെ അവരെ ഭയപ്പെടുത്തിയതുകൊണ്ട് അങ്ങനെ പാറയ്ക്കറി കിടക്കാൻ പറ്റിയില്ല. രണ്ടുപേരുടെ കയ്യിലും സ്ലീപ്പിംഗ് ബാഗുകളുണ്ട്. ആ ബാഗ് അത്യാവശ്യം ചൂട് നൽകുന്ന ബാഗാണ്. അവര് ബാഗൊക്കെ റെഡിയാക്കി ബാഗിനകത്തേക്ക് കടന്ന് ആ പാറയിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇവാൻസിനോട് ചോദിച്ചു, ഇവാൻസ്, ശരിക്കും നടാഷയും പീറ്ററും എവിടെ പോയതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുമില്ല. അങ്ങനെ ഇവാൻസ് പറഞ്ഞതും ഇവാൻസിനോട് ചോദിച്ചു, ഇവാൻസ്, ചിലപ്പോൾ നടാഷയും പീറ്ററും കൂടി ഒരു ഗെയിം കളിക്കുന്നതാണെങ്കിലും. ഗെയിമോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ ഒഴിവാക്കി അവര് രണ്ടുപേരും കൂടി പോയതാണെങ്കിലും. എല്ലയുടെ ആ ചോദ്യം കേട്ടതും ഇവാൻസ് അമ്പരപ്പോടെ എല്ലെ നോക്കി. നീ പറയുന്നത്? ഇവാൻസ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അത്ര ഒരു സാധ്യതയില്ലേന്ന്. ഇവാൻസ് പറഞ്ഞ ആ സാധ്യതയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ തണുപ്പത്തും ഒന്ന് വിറച്ചു എന്ന് പറയാം. ശരിക്കും ഒരു നിധിവേട്ടയുടെ ഭാഗമായിട്ടാണ് ആ 4 സംഘം ആ വനത്തിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ കൈവശമുള്ള ആ മാപ്പുകൾ ആ നിധിയിലേക്കുള്ള റൂട്ടാണ് കാണിക്കുന്നത്. 4 പേരുടെ കയ്യിലും മാപ്പുണ്ട്. നടാഷയും പീറ്ററും കൂടി ഒരു ഗെയിം കളിച്ചിട്ട് ആ നിധിയുള്ള സ്ഥലത്തെത്തി നിധിയുമായി അവരെ അറിയിക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണോ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ തോന്നാൻ ഒരു കാരണമുണ്ട്. പീറ്റർ പറഞ്ഞ കഥ അത് ഒട്ടും വിശ്വസനീയമല്ല. ഒരു വലിയ കുഴിയിൽ പീറ്ററും നടാഷയും കൂടി വീണുപോയി എന്നാണ് പീറ്റർ പറഞ്ഞത്. പക്ഷെ ആ കുഴി അന്വേഷിച്ച് ചെന്ന ഇവാൻസും അതുപോലെ എല്ലയും അത്ര ഒരു കുഴിയും അവിടെ കണ്ടില്ല. അങ്ങനെ ഒരു ചിന്ത വന്നതും ഇവാൻസിനോട് പറഞ്ഞു, അല്ല ഇവാൻസ്, പീറ്റർ ഒരു കാര്യം പറഞ്ഞല്ലോ, നീ അവനെ കുഴിക്കകത്തുനിന്ന് ചുമന്ന് ഇവിടം വരെ കൊണ്ടുവന്നെന്ന്. ശരിക്കും ആ പറഞ്ഞത് സത്യമാണോ? എല്ലയുടെ ചോദ്യം കേട്ടതും ഇവാൻസ് എല്ലിനോട് പറഞ്ഞു, ഞാൻ അപ്പോഴ് തർക്കിക്കാത്തതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇവാൻസ്, അപ്പൊ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ഇത് പീറ്ററും നടാഷയും ചെന്നുള്ള കളിയാണ്. നമ്മളെ ഒഴിവാക്കി നിധി മോഷ്ടിക്കാനായി അവർ രണ്ടുപേരും കൂടെ കളിച്ച വിദഗ്ധമായ കളി. ആദ്യം നടാഷ മാറുന്നു, പിന്നെ പീറ്റർ മാറുന്നു. എനിക്കുറപ്പാ അവർ രണ്ടും ഇപ്പോ ആ നിധി ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. ആ ഡയലോഗ് പറയുമ്പോൾ ഇവാൻസിന്റെ കണ്ണുകൾ നേരെ മുന്നിലുള്ള പൈൻമരത്തിലാണ്. അവനും എല്ലയും ശരിക്കും ഈ ചരിഞ്ഞ പാറയിൽ അങ്ങനെ കിടക്കുകയാണ്. താഴെയുള്ള വെട്ടില് രണ്ടുപേരും കാല് ചവിട്ടിയിട്ടുണ്ട്. താഴെയുള്ള ആ വെട്ടിൽ ചവിട്ടി ആ സ്ലീപ്പിംഗ് ബാഗിൽ ചരിഞ്ഞു കിടക്കുന്ന ഇവാൻസിന്റെ കണ്ണുകൾ മുൻപിലുള്ള ആ പൈൻമരത്തിൽ ഒന്ന് ഉറച്ചതും ഇവാൻസ് എല്ലയോട് ചോദിച്ചു, നീ ആ മുന്നിലുള്ള മരത്തിലേക്ക് നോക്കി. നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇവാൻസ് ആ ചോദ്യം ചോദിക്കും മുമ്പ് തന്നെ എല്ലയും ശരിക്കും ആ കാഴ്ച കണ്ടു. അവരുടെ തൊട്ടു മുന്നിലുള്ള പൈൻമരത്തിൽ നല്ല തിളക്കമുള്ള 2 കണ്ണുകൾ. ആ രാത്രിയിൽ ആ തീക്കുണ്ടം നൽകുന്ന പ്രകാശമല്ലാതെ വേറൊരു പ്രകാശവും അവിടെ ഇല്ല. ആ സമയത്താണ് ആ തീക്കുണ്ടത്തിൽ നിന്ന് ഏകദേശം ഒരു 20 അടി പുറകോട്ട് മാറി ഒരു പൈൻമരത്തിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ ഇവാൻസും അതുപോലെ എല്ലയും കാണുന്നത്. രണ്ടുപേരും ആ കണ്ണിലേക്ക് നോക്കിയ ആ നിമിഷത്തിൽ ഇവാൻസ് സ്ലീപ്പിംഗ് ബാഗിനകത്ത് തന്നെ അയാൾ സൂക്ഷിച്ചിരുന്ന ടോർച്ച് കയ്യിലെടുത്തു. അയാള് ആ ടോർച്ചിന്റെ സ്വിച്ചിൽ വിരൽ അമർത്തിയതും ഒരു ശക്തമായ ബീം ആ മരത്തിൽ വന്ന് പതിച്ചു. ആ നിമിഷത്തിൽ എല്ലയും ഇവാൻസും ആ കാഴ്ച കാണുകയാണ്. ആ കണ്ണുകൾ ഒന്ന് ചലിച്ചു. ശരിക്കും ഒരു കൂറ്റൻ പക്ഷിയുടെ ഒരു അനക്കമാണ് അവർ കണ്ടത്. പക്ഷേ അടുത്ത നിമിഷം എല്ലയും അതുപോലെ ഇവാൻസും അവരുടെ ശ്വാസം നിലയ്ക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ആ കൂറ്റൻ പക്ഷിയുടെ തലമുടി ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ
നീളമുള്ള തലമുടികളെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ പാറിക്കളിക്കുകയാണ്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള തലമുടിയുള്ള ഒരു പക്ഷി. അങ്ങനെ ഒരു പക്ഷി ഈ ഭൂമിയിൽ ഇതിനു മുമ്പ് അവർ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാഴ്ച രണ്ടുപേരിലും ഒരു ഞെട്ടലുണ്ടാക്കി. ഇവാൻസിന്റെ ശക്തമായ ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ സ്വർണ്ണ നിറത്തുള്ള തലമുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു പക്ഷിയെ അവർ കാണുകയാണ്. ആ പക്ഷി അടുത്ത നിമിഷത്തിൽ അതിന്റെ ചിറക് ഒന്ന് വിടർത്തുകയാണ്. ആ ചിറക് വിടർത്തിയ പക്ഷി പെട്ടെന്ന് ഒന്ന് മുകളിലേക്ക് ഉയർന്നു. ഇവാൻസിന്റെയും എല്ലയുടെയും കണ്ണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് ഉയരുകയാണ്. ഒരു കൂറ്റൻ പക്ഷി മുകളിലേക്ക് പറന്നുയരുമ്പോൾ നീളമുള്ള ആ തലമുടി ഇങ്ങനെ പാറി കളിക്കുന്നതാണ്. ആ തലമുടിയുടെ താഴോട്ട് ആ പ്രകാശത്തിൽ ഇവാൻസ് ആ കാഴ്ച കണ്ടു. ആ പക്ഷിക്ക് 2 കാലുകളുണ്ട്. 2 മനുഷ്യക്കാലുകളാണ്. പക്ഷെ ഭയങ്കര വലിപ്പം. എന്താ ഇപ്പൊ തങ്ങൾ കാണുന്നത്? കണ്ട കാര്യം സത്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇവാൻസിന്റെയും എല്ലയുടെയും മനസ്സിലേക്ക് കടന്നു വരുമ്പോഴേക്കും ആ കാഴ്ച അവരുടെ കണ്ണിൽ നിന്ന് മറയുകയും ചെയ്തു. ഇപ്പോൾ ശരിക്കും എല്ലാം ഇവാൻസിന്റെ ദേഹത്ത് ചേർന്ന് കിടക്കുകയാണ്. ഒരു ഭയം 2 പേരിലും ഉണ്ടെന്നർത്ഥം. എങ്ങനെ അവര് നേരം വെളുപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് 2 പേർക്കും അറിയില്ല. എപ്പോഴോ അവർ ഉറങ്ങി എന്നത് സത്യമാണ്. നേരം നന്നേ പുലർന്നപ്പോൾ അവർ 2 പേരും താഴെ പാറയുടെ അടുത്ത് കിടക്കുകയാണ്. ആ തീക്കുണ്ടത്തിന്റെ തൊട്ട് അടുത്തായി. എപ്പോഴാണ് ആ ചരിഞ്ഞ പാറയിൽ നിന്ന് 2 പേരും കൂടി ഉരുണ്ട് താഴെ വീണെന്നും അവർക്കറിയില്ല. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ 2 പേരും ഉണർന്നു എന്ന് പറയാം. ഉണർന്ന് പരസ്പരം നോക്കിയ അവരുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് തീക്കുണ്ടത്തിലേക്കാണ്. പെട്ടെന്ന് അവർ 2 പേരും പുറകിലോട്ട് നോക്കി. ആ ചരിഞ്ഞ പാറയിൽ നിന്ന് അവർ ഉരുണ്ട് താഴെ വീണിരിക്കുകയാണ്. 2 പേരും പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു. അവർ ചുറ്റും നോക്കി. തലേദിവസം അവർ കണ്ട കാഴ്ച ഇപ്പോഴും അവരുടെ കണ്ണിലുണ്ട്. മനുഷ്യ രൂപമുള്ള ഒരു പക്ഷി പറന്നു പോകുന്നത് അവർ കണ്ടിരുന്നു. അവർ കണ്ട കാഴ്ചയുടെ സത്യാവസ്ഥ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ടോർച്ചിന്റെ പ്രകാശത്തിൽ അവര് നല്ല നീളമുള്ള സ്വർണ്ണ തലമുടിയുള്ള ഒരു പക്ഷിയെ കണ്ടു എന്നുള്ളത് സത്യമാണ്. അത് 2 പേരും ഒരുപോലെ കണ്ടതുകൊണ്ട് അസത്യമാകാൻ ഒരു സാധ്യതയുമില്ല. രാവിലെ 2 പേരും റെഡിയാകുന്നതിനിടയിൽ അവർ പരസ്പരം സംസാരിച്ചതും ആ വിഷയമാണ്. എന്നാൽ അവർക്ക് അവരുടെ യാത്ര തുറന്നേ പറ്റും. 2 പേരും മാപ്പ് റെഡിയാക്കി മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു. നിധി കണ്ടുപിടിക്കാനുള്ള ആ യാത്ര. ഇപ്പോൾ അവരുടെ മനസ്സിൽ പീറ്ററും അതുപോലെ നടാഷയും അവരെ ഉപേക്ഷിച്ചിട്ട് നിധി തേടിപ്പോയ കഥ തെളിഞ്ഞു നിൽപ്പുണ്ടോ? അതേ സമയത്ത് തലേദിവസം രാത്രി അവർ കണ്ട ആ പക്ഷി. ഈ 2 വിഷയങ്ങൾ തമ്മിൽ ചേരുന്നില്ല. അസ്വാഭാവികമായ ഒരുപാട് സംഭവങ്ങൾ ആ പാറയ്ക്ക് ചുറ്റും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പീറ്ററിന്റെയും നടാഷയുടെയും കേസ് ആ അസാധാരണ സംഭവങ്ങളുമായി കൂട്ടി യോജിപ്പിക്കാതെ മാറ്റി നിർത്തിയാൽ വിഷയങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ അവര് ഏതാണ്ട് ക്ലാരിറ്റി ഈ വിഷയങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴാണ് തലേ ദിവസം രാത്രി സ്വർണ്ണ തലമുടിയുള്ള ആ പക്ഷിയെ അവർ കാണുന്നതും കഥ പിന്നെയും മാറുന്നതും. 2 പേരും മുന്നോട്ട് നടക്കുമ്പോൾ എല്ലാ ഇവാൻസിനോട് ചോദിച്ചു, ഇവാൻസ്, ആദ്യ ദിവസം രാത്രി ശരിക്കും നീ എന്നെ എടുത്തുകൊണ്ട് ഒരുപാട് ദൂരം നടന്നായിരുന്നു. ആ ചോദ്യം എന്തേ വരുന്നില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇവാൻസ് എന്നോട് പറഞ്ഞു, എല്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. താൻ എന്നെ എടുത്തുകൊണ്ട് നടന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ അവരുടെ മുഴുവൻ കോൺഫിഡൻസ് പോകുമെന്ന് ഇവാൻസിന് അറിയാം. ഇവാൻസിനെ തലേദിവസം രാവിലെ മുതൽ ഹോണ്ട് ചെയ്യുന്നതും ആ വിഷയമാണ്. അവൻ വീണ സ്ഥലത്തുനിന്ന് അവൻ എങ്ങനെ ആ ചരിഞ്ഞ പാറയിൽ അടുത്തെത്തി എന്നുള്ള കാര്യം ഇപ്പോഴും അവൻ അലട്ടുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം അവൻ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലയുടെ ആ ചോദ്യത്തിന് അവരെങ്ങനെ ഉത്തരം പറയും? എല്ലയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ എല്ലയെ ചേർത്ത് പിടിച്ച് ഇവാൻസ് അങ്ങനെ നടന്നപ്പോൾ എല്ല പിന്നെ അതുമായി ബന്ധിപ്പിച്ച് ചോദ്യം ചോദിച്ചില്ല. പിന്നീട് അവരുടെ സംഭാഷണം ഏതാണ്ട് പൂർണ്ണമായും പീറ്ററിലേക്കും നടാഷിലേക്കും മാറുകയാണ്. എന്നാലും അവർ രണ്ടും നമ്മളെ ചതിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. എല്ലയ്ക്ക് ആ അരിശം തീരുന്നില്ല. അത് കേട്ടപ്പോൾ ഇവാൻസ് പറഞ്ഞു, എല്ല നമ്മൾക്ക് ലഭിക്കാനുള്ള നിധിയാണെങ്കിൽ നമുക്ക് തന്നെ ലഭിക്കും. അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കും. നീ എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കണ്ട. നമുക്ക് ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ഏതെങ്കിലും നദി കണ്ടാൽ അവിടെ നമുക്കൊന്ന് തങ്ങാം. അങ്ങനെ പറഞ്ഞ് അവർ നടക്കുമ്പോൾ ഈ പൈൻമരങ്ങളുടെ സംഭാഷണങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. പകല് മരങ്ങൾ ഉരയുമ്പോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ രാത്രിയാണ് അതിന് മനുഷ്യരുടെ ശബ്ദത്തോട് സാമ്യമുള്ളത്. എന്തായാലും ഏകദേശം ഒരു 2-3 മണിക്കൂർ അവർ നടന്നു കഴിഞ്ഞതും ഒരു നദി അവരുടെ മുന്നിൽ അവർ കാണുകയാണ്. അതിമനോഹരമായ തെളിനീരുള്ള ഒരു സുന്ദര നദി. അത് കണ്ടതും എല്ലാം പറഞ്ഞു, ഹേയ് ഇവാൻസ്, നമുക്ക് ഇവിടെ അങ്ങ് കൂടാം, ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അത് കേട്ടതും ഇവാൻസ് പറഞ്ഞു, അതെ അതെ, ഈ നദി തരുന്ന തന്നെ മതി. അവരവരുടെ സാധനങ്ങളൊക്കെ വെച്ചു. അവര് ആഹാരം പാചകം ചെയ്യാനുള്ള
അടുപ്പ് കൂട്ടാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. വിറകിന് വേണ്ടി തടി അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഇഷ്ടംപോലെ തടികൾ തറയിലേക്ക് വീണ് കിടപ്പുണ്ട്. അതിനൊക്കെ കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവാൻസ് ആ അടുപ്പ് കൂട്ടുന്ന പരിപാടിയിലേക്ക് കടക്കുമ്പോൾ എല്ലാ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നല്ല തെളിമയുള്ള വെള്ളം, നീ വെള്ളത്തിലേക്ക് നോക്കിയായിരുന്നു, നോക്ക് എന്തു വലിയ മീനുകളാണ് ഉള്ളതെന്ന്. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ മീനാണ് പറ്റിയത്. നല്ല അടിപൊളി മീനുകൾ ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പൊളഞ്ഞു പോകുന്നത് എല്ലാം കാണുന്നുണ്ട്. അത് കേട്ട് ഇവാൻസ് പറഞ്ഞു, എല്ലാം ആ മീനുകൾ പാവ മീനുകളല്ലേ, അവ വെറുതെ വിട്ടേക്ക്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണക്ക ഇറച്ചിയിരിക്കുകയില്ലേ, നമുക്ക് അത് മതി. ഹേയ് ഇവാൻസ്, ഈ മീനുകളെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ ശരിയാവൂ. ഇതൊന്നും ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്നതല്ല. ഈ കാട്ടിൽ വന്നിട്ട് ഈ സുന്ദരമായ അരുവിക്കുള്ളിൽ നിന്ന് ഒരു മീനിനെ ഞാൻ പിടിച്ച് ഭക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വന്നുകൊണ്ട് എന്താ അർത്ഥം? പിന്നെ ഇവാൻസേ, ഒരു കാര്യം നീ മറക്കരുത്, നമ്മുടെ കൈവശമുള്ള ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഭക്ഷണം തീർന്ന് നമ്മൾ രണ്ടും തട്ടിപ്പോവും. എല്ലാം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇവാൻസിന് അറിയാം. എന്തായാലും ഇവാൻസ് ആ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ഭക്ഷണ പരിപാടികളുടെ പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഈ സമയത്ത് തോക്കുമായി എല്ലാം ആ നദിയുടെ അടുത്തേക്ക് നീങ്ങി. നല്ല കണ്ണുനീർ പോലെയുള്ള ഒരു നദിയാണ്. ആ നദിയിൽ മീനുകൾ നീന്തുന്നത് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. നല്ല വലിപ്പമുള്ള മീനുകളാണ്. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വെടിയുടെ ശബ്ദം ഇവാൻസ് കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മീനിനെ വാലി പിടിച്ചുകൊണ്ട് എല്ലാം അവിടേക്ക് വന്നു. ഒരു അടിപൊളി മീന്, അതും മഞ്ഞ നിറത്തിലുള്ള മീന്. യെല്ലോ ഫിഷ് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു മീനാണ്. ശരിക്കും നല്ല സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു മീനിനെ വാലിൽ തൂക്കി പിടിച്ചിരിക്കുകയാണ് എല്ലാം. അവള് ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസേ, ഇതാണ് ആ മീന്. ഇതുപോലൊരു മീനിനെ കഴിക്കാനുള്ള ഭാഗ്യം ശരിക്കും നമുക്ക് ലഭിച്ചത് മുൻജന്മ സുഹൃതം കൊണ്ടാണ്. അത് കേട്ടതും ഇവാൻസ് പറഞ്ഞു, ശേ, ഈ നല്ല മീനിനെ പിടിക്കണ്ടായിരുന്നു. ഇവാൻസ്, അത് പറയാതെ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നീ ഇതിനൊന്ന് പ്രിപ്പയർ ചെയ്തേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാം ആ മീന് പ്രിപ്പയർ ചെയ്യാനായി ഇവാൻസുമായി ഒന്നിച്ചും കൂടി. ശരിക്കും കണ്ടാൽ തന്നെ കൗതുകം തോന്നുന്ന മനോഹരമായ ആ മഞ്ഞ നിറത്തുള്ള മീനിനെ ഇവാൻസ് പ്രിപ്പയർ ചെയ്യാനായി തുടങ്ങുമ്പോൾ എല്ലാം ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നീ ഇതൊന്ന് നോക്ക്, ഞാൻ ഒരെണ്ണം കൂടെ കിട്ടുമെന്ന് നോക്കാം. ഏയ് എല്ലാം അതൊന്നും വേണ്ട, ഇത് തന്നെ അധികമാണ്. ഇവാൻസ്, ഈ മീനിനെ നമുക്ക് ഉണക്കി വെച്ചാൽ തന്നെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അത് ശരിക്കും പ്രയോജനപ്പെടും. എല്ലയോട് തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ഇവാൻസ് പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. ഇവാൻസ് ആ മീന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാം നദിയുടെ തീരത്തേക്ക് വീണ്ടും നടന്നു തുടങ്ങി. ഇവാൻസ് ആ മീനിനെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് അതിനെ അറുത്ത് കഷ്ണങ്ങളാക്കി പൊരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി അടുപ്പൊക്കെ ശരിയാക്കി പാത്രം റെഡിയാക്കി പതുക്കെ മീൻ പൊരിക്കാനായിട്ട് പാത്രമൊക്കെ റെഡിയാക്കി ആ അടുപ്പിൽ തീ കത്തിക്കാനായി തുടങ്ങുമ്പോഴാണ് ഇവാൻസ് എല്ലിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഛേ, എല്ലാം മീൻ പിടിക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ. അങ്ങനെ തോന്നിയതും ഇവാൻസ് തിരിഞ്ഞ് ആ നദിയുടെ ഭാഗത്തേക്ക് നോക്കി. അയാള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയാൽ നദി കാണാം. പക്ഷെ നദിയുടെ കരയിലൊന്നും എല്ലയില്ല. എല്ലിനെ അവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ പറ്റാതായതും ഇവാൻസ് ഉറക്കെ വിളിച്ചു, എല്ലാ എല്ലാ എല്ലാ. ഉറക്കെ ഇവാൻസ് വിളിക്കുന്നുണ്ട്, പക്ഷേ മറുഭാഗത്തുനിന്ന് മറുപടി വരുന്നില്ല. മറുപടി കിട്ടാതെ വന്നതും ഒരു അസ്വസ്ഥ ഫീൽ ചെയ്ത ഇവാൻസ് ആ അറുത്ത് വെച്ച് മീനിന്റെ പുറത്തേക്ക് പാത്രമെടുത്ത് അതിനെ അടച്ചു വെച്ചതിന് ശേഷം നദിയുടെ തീരത്തേക്ക് ഒരൊറ്റ ഓട്ടം. നദിയുടെ തീരത്തേക്ക് ശരിക്കും ഓടി ചെല്ലുകയായിരുന്നു. ഓടുന്നതിനിടയിൽ ഇവാൻസ് എല്ലാം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നദീതീരത്ത് ഓടി ഇവാൻസ് എത്തുമ്പോൾ അവിടെ എല്ലയില്ല. എല്ലാം അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു സൂചന പോലും ഇല്ലാത്ത ശൈലിയിൽ എല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. പെട്ടെന്ന് ഇവാൻസിന് ഒരു ഭയം തോന്നി. ഇവാൻസിനൊപ്പം ആ കാട്ടിലേക്ക് കടന്ന 4 ആളുകളിൽ അവസാനത്തെ ആളാണ് എല്ല. ആദ്യം നടാഷിയും രണ്ടാമത് പീറ്ററും ഇപ്പോൾ ഇതാ എല്ലയും തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ആ കാട്ടിനകത്ത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ ചിന്ത ഇവാൻസിന്റെ മനസ്സിലേക്ക് കടന്നു വന്നതും ഇവാൻസ് തിരിച്ച് ആ ഭക്ഷണം പാചകത്തിനായി അയാള് ബാഗ് വെച്ച് ഭാഗത്തേക്ക് ഓടിയെത്തി. എന്താണ് ചെയ്യുന്നതെന്ന് ഇവാൻസിന് അറിയില്ല. ഇവാൻസ് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ബാഗിലേക്ക് പാക്ക് ചെയ്ത് തുടങ്ങി. പിടിച്ച മീനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പാത്രം ബാഗിലേക്കാക്കി ഇവാൻസിന്റെ ബാഗും എല്ലയുടെ ബാഗും അതുപോലെ പീറ്ററിന്റെ നറേഷയുടെയൊക്കെ ബാഗുകളുമായി അതിവേഗം അയാള് കടന്നു വന്ന അതേ പാതയിലേക്ക് ഓടി തുടങ്ങിയാണ്. ഓടുമ്പോൾ ഈ 4 ബാഗ് ഉള്ളത് കൊണ്ട് ശരിക്കും ഒരു ഭാരവുമുണ്ട്, അതേസമയത്ത് ഭയവുമുണ്ട്.
ഓടുന്നത് തന്നെ ആരൊക്കെയോ കാട്ടിൽ നിന്ന് നോക്കുന്നു എന്നുള്ള തോന്നൽ ഇവാൻസിനുണ്ട്. ഇവാൻസ് തിരിഞ്ഞു നോക്കാതെ ആ ഗ്രാമം ലക്ഷ്യമാക്കി ഓടുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ ഇവാൻസ് ഓടിക്കാണും. അപ്പോഴേക്കും ആ ചരിഞ്ഞ പാറ ഇവാൻസ് കണ്ടു തുടങ്ങി. ആ പാറ ഒരു അടയാളമാണ്. അവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ നടന്നാൽ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തും. ആ അതിർത്തിയിലേക്കുള്ള വഴി ഇവാൻസിന് നല്ല ഓർമ്മയുണ്ട്. ഇവാൻസ് തിരിഞ്ഞു നോക്കാതെ ആ വഴിയിലൂടെ അതിവേഗം ഓടി തുടങ്ങി. ഇവാൻസ് ഏകദേശം ഒരു സന്ധ്യ ആകാറായപ്പോഴാണ് അങ്ങ് ദൂരെയായി ഗ്രാമത്തിലെ വെട്ടം കണ്ടു തുടങ്ങുന്നത്. ആ പ്രകാശം കണ്ടു തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇവാൻസിന് ഒരു ആശ്വാസം ഉണ്ടായത്. അവൻ ഒരു പരുവത്തിൽ കാട്ടിനകത്തുനിന്ന് ഗ്രാമ അതിർത്തിയിലെത്തി. ഗ്രാമത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്നതല്ലാത്തൊരു ആശ്വാസം ഇവാൻസിന് അനുഭവപ്പെടുകയാണ്. അവൻ ആ പ്രകാശം കാണുന്ന ദിക്ക് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഒരാള് ഇവാൻസിനെ കണ്ടു. ഏയ്, എന്താ കുഞ്ഞെ പരിഭ്രമിച്ച് നടക്കുന്ന? ആ ആളും ഗ്രാമത്തിലേക്ക് നടക്കുകയാണ്. ഈ ഗ്രാമത്തിന് ചുറ്റുമായി ഒരു റിംഗ് റോഡുണ്ട്. ആ റിംഗ് റോഡ് വഴിയാണ് ഒരാൾ നടന്നു വരുന്നത്. ആ ആളാണ് ഇവാൻസിനെ കണ്ടതും ആ ചോദ്യം ചോദിച്ചതും. ഇവാൻസ് ആ അപരിചിതനോട് പറഞ്ഞു, എനിക്ക് ഗ്രാമം വരെ പോകണം. ആ, ഞാനും ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ പറഞ്ഞ് അയാൾ ഇവാൻസിനൊപ്പം നടക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ ഇവാൻസ് പാടുപെട്ട് കൊണ്ടു നടക്കുന്ന ആ ബാഗുകളിലേക്ക് തിരിഞ്ഞു. കുഞ്ഞേ, ഞാൻ സഹായിക്കാം, 2 ബാഗ് ഇങ്ങിത്താ. ആ ചോദ്യം കേട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഇവാൻസ് 2 ബാഗുകൾ ആ അപരിചിതനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവാൻസിന് ഒരു ആശ്വാസമായി. ഇത്രയും നേരം ആ 4 ബാഗും തൂക്കിയുള്ള ആ ഓട്ടം ഇവാൻസിനെ ശരിക്കും ക്ഷീണിപ്പിച്ചിരുന്നു. എന്നാൽ ഇവാൻസ് കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ ആ അപരിചിതനൊപ്പം ഗ്രാമത്തിലേക്ക് നടന്നു തുടങ്ങി. ആ അപരിചിതൻ സ്വയം പരിചയപ്പെടുത്തി. സുഹൃത്തെ, എൻ്റെ പേര് ഗൊലാനിക് എന്നാണ്. എന്താ താങ്കളുടെ പേര്? എൻ്റെ പേര് ഇവാൻസ് എന്നാണ്. അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞതും ഗൊലാൻസിക് ഇവാൻസിനോട് പറഞ്ഞു, അല്ല, ഇതിപ്പോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? സുഹൃത്തെ, ഞാൻ ആ കാട്ടിലോട്ട് പോയതാണ്. കാട്ടിലോ? എന്തിന്? അല്ല, കാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഓക്കെ, ഈ 4 ബാഗുകളുമായിട്ട് നിങ്ങൾ കാട്ടിൽ എന്ത് കാണാനാ പോയത്? അല്ല, ഈ 4 ബാഗും എൻ്റെതല്ല, ഒരു ബാഗാണ് എൻ്റെത്. എൻ്റെ കൂടെ 3 ആളുകളുണ്ടായിരുന്നു. അവരെ കാട്ടിൽ വെച്ച് മിസ്സായി. അത് കേട്ടതും ഗൊറാൻസിക്ക് പെട്ടെന്നങ്ങ് നിന്നു. ഇവാൻസ്, എന്താ പറഞ്ഞ? നിന്റെ കൂടെയുള്ള ആളുകൾ കാട്ടിൽ മിസ്സായിരുന്നു? അതെ, കാട്ടിൽ മിസ്സായി. ഓക്കെ ഇവാൻസ്, നീ എന്നോടൊപ്പം വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാള് നടത്തത്തിൻ്റെ വേഗത കൂട്ടി. പെട്ടെന്ന് ആ അപരിചിതന്റെ നടത്തത്തിന്റെ വേഗത കൂടിയപ്പോൾ ഇവാൻസിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതേ സമയത്ത് ആ ആളെ ഫോളോ ചെയ്യാല്ലാതെ വേറൊരു നിവൃത്തിയും ഇവാൻസിനില്ല. ആ ഗൊറാൻസിക്ക് ഇവാൻസിനെ കൊണ്ട് നടന്നെത്തിയത് ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങിന്റെ മുന്നിലാണ്. ആ ബിൽഡിംഗ് കാണുമ്പോഴേ അറിയാം അത് ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള വസതിയാണെന്ന്. ആ വസതിയുടെ മുൻഭാഗത്തായി ഒരു മരമുണ്ട്. ആ മരത്തിന് ചുറ്റുമായി മണ്ണ് കൊണ്ട് ഒരു ചുറ്റുവട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മരത്തിനോട് ചേർന്നിരിക്കാൻ ആളുകളെ സഹായിക്കുന്ന ശൈലിയിൽ, ആ മരം പിഴുതു പോകാതിരിക്കുന്ന ശൈലിയിൽ ഒരു കെട്ട്. നമ്മുടെയൊക്കെ ഈ നാട്ടിൽ കാണുന്ന ആൽത്തറയ്ക്ക് ചുറ്റുമുള്ള കൽക്കെട്ട് പോലെ മണ്ണ് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ആ മണ്ണ് കെട്ടിന് ചുറ്റുമായി മണ്ണിൽ തന്നെ വെട്ടിയെടുത്ത കല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു നിർമ്മിതി. ആ നിർമ്മിതിയാണ് ആദ്യം ഇവാൻസിന്റെ ശ്രദ്ധയപ്പെട്ടത്. ഇവാൻസിനെ കൊണ്ട് ഗൊറാൻസിക്ക് എത്തിയത് ആ മരത്തിന് ചുവട്ടിലാണ്. ആ മരത്തിന് ചുറ്റുമുള്ള ആ കൽക്കെട്ടിലേക്ക് ഗൊറാൻസിക്ക് ബാഗിൽ ഇറക്കി വെക്കുമ്പോൾ ഗൊറാൻസിക് ഇവാൻസിനോട് പറഞ്ഞു, ഞാൻ ഗ്രാമമുഖ്യനെ ഇങ്ങോട്ട് വിളിക്കാം, ഇവാൻസ് ഇവിടെ ഇരിക്കും. ഇവാൻസ് ആ ബാഗിൽ ഇറക്കി അവിടെ ഇരിക്കുമ്പോഴേക്കും ഗൊറാൻസിക്ക് നേരെ എതിർഭാഗത്ത് കാണുന്ന നല്ല എടുപ്പുള്ള ഒരു വീടിന്റെ അടുത്തേക്ക് നടന്നു. ആ വീട് വളരെ കൗതുകത്തോടെ ഇവാൻസ് ഈ സമയത്താണ് വീക്ഷിക്കുന്നത്. ശരിക്കും അവിടെയുള്ള മറ്റു വീടുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത ആ വീടിനുണ്ട്. വിശാലമായ പൂമുഖവും ധാരാളം ചെടികളും ആ വീടിരിക്കുന്നതിന്റെ ചുറ്റുവട്ടത്തുണ്ട്. ഒരു കുഞ്ഞു കാടിനുള്ളിൽ ഒരു വീട്. അങ്ങനെ ഒരു ചിത്രമാണ് ആ വീടിനെ കുറിച്ച് ഇവാൻസിന്റെ മനസ്സിലുണ്ടായത്. ഇവാൻസ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ വീടിനെ ഒന്ന് നോക്കിയിട്ട് അടുത്തുള്ള വീടുകളൊക്കെ നോക്കിയാണ്. അപ്പോഴാണ് ഗൊറാൻസിക്ക് ആ വീടിന്റെ വാതിൽ മുട്ടുന്നതും വാതിൽ തുറന്ന് ലേശം പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഇവാൻസ് കാണുന്നത്. അവർ തമ്മിൽ എന്തോ സംസാരിച്ചു. അല്പസമയം കഴിഞ്ഞതും അവർ രണ്ടും കൂടി അടുത്ത വീടുകളിലേക്ക് പോകുന്നതും ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 8-10 ആളുകൾ ഇവാൻസ് ഇരിക്കുന്ന ആ മരത്തിന്റെ അടുത്തേക്ക് വന്നു. വരുന്ന ആളുകളുടെ മുഖഭാവം കണ്ടാൽ അറിയാം അവരെല്ലാവരും ലേശം ഗൗരവത്തിലാണ് അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും ഇവാൻസ് എണീറ്റ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇവാൻസിന്റെ അടുത്തേക്ക് എത്തിയ ആ ആൾക്കൂട്ടത്തിന്റെ ലീഡർ ഇവാൻസിനോട് ചോദിച്ചു, കുഞ്ഞെ, നീ പറഞ്ഞത് സത്യമാണോ? നിനക്കിപ്പോൾ ആളുകൾ കാട്ടിൽ
കാണാതായോ? അതെ, കാണാതായി. എന്തിനാ നിങ്ങൾ കാട്ടിലേക്ക് പോയത്? ഞങ്ങൾ കാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ നഗരത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം മോസ്കോയാണ്. മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വന്നതിന് ശേഷം അവിടുന്ന് ട്രെയിനിൽ ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്. കുറേ നാളുകൾക്ക് മുമ്പാണ് ഈ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തത്. രാജ്യ തലസ്ഥാനമായ മോസ്കോയിൽ നിന്ന് ഒരു വലിയ ചുറ്റിയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ എത്തിയിരിക്കുന്നത്. അവൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഗ്രാമമുഖ്യനും കൂടെ ഉള്ളവർക്കും കാര്യം മനസ്സിലായി. ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് ചോദിച്ചു, എന്താ നിന്റെ പേര്? എൻ്റെ പേര് ഇവാൻസ് എന്നാണ്. ഇവാൻസ് ഇരിക്കെ. ഇവാൻസ്, നിന്നോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവാൻസിനെ നടുക്കിരുത്തി ആ ടീം ഇവാൻസ് ചുറ്റുമായിരുന്നു. ആ ഗ്രാമമുഖ്യൻ ഇവാൻസിന് ചുറ്റുമായി ഇരിക്കുന്ന ആളുകൾ നോക്കിയിട്ട് ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നടന്ന സംഭവങ്ങൾ അതുപോലെ ഞങ്ങളോട് പറ. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. അങ്ങനെ കേട്ടതും ഇവാൻസ് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്നൊന്നായി ആ ഗ്രാമമുഖ്യനോടും അവിടെ ഇരിക്കുന്ന ആളുകളോടും പറഞ്ഞു. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞതും ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. ഗ്രാമമുഖ്യൻ പറഞ്ഞ ആ ഡയലോഗിന്റെ അർത്ഥം ശരിക്കും ഇവാൻസിന് അവിടെ മനസ്സിലായില്ല. ഇവാൻസിന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഇവാൻസിന് കാര്യം മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇവാൻസ്, ആദ്യം നിന്റെ കൂട്ടത്തിൽ നിന്ന് കാണാതായത് നടാഷയാണല്ലേ? അതെ, നടാഷയാണ്. നടാഷയെ എന്തുകൊണ്ട് കാണാതായി എന്ന് നിനക്കറിയാവോ? ഇല്ല, അതറിയില്ല. ഇവാൻസ്, നിന്റെ കഥയിൽ നിന്ന് പക്ഷേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. നീയും നിന്റെ ജോഡി എൽനയും വിറകുകൾ ശേഖരിച്ചു. അതുപോലെ നടാഷയുടെ ജോഡി പീറ്ററും വിറകുകൾ ശേഖരിച്ചു. അതല്ലേ ആദ്യത്തെ സംഭവം? അതെ. അന്ന് രാത്രി നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തീ പോലുള്ള ഒരു രൂപം ഉണ്ടായത് അല്ലേ? അതെ. അതൊരു മരത്തിന്റെ അത്രയും പൊക്കത്തിലുണ്ടായി. അതെ. ഇവാൻസ്, അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല. ഇവാൻസ്, തെറ്റ് ചെയ്യാതെ ആ കാഴ്ച നിങ്ങൾ കാണില്ല. ഇത് ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ കാടിന് ഒരു ജീവനുണ്ട്. ആ ജീവൻ ചിലപ്പോൾ നീ കണ്ടതുപോലെ തീ കൊണ്ടുള്ള വലിയൊരു ആൾരൂപമായി പ്രത്യക്ഷപ്പെടാം. ചിലപ്പോൾ നിന്റെ കഥയിൽ നീ പറഞ്ഞതുപോലെ ആ വലിയ പക്ഷിയായിട്ട് രംഗത്ത് വരാം. ചിലപ്പോൾ വേറെ രൂപങ്ങളിലും വരാം. അത് എപ്പോഴാണ് വരുന്നത് ചോദിച്ചാൽ നിങ്ങൾ ആ കാട്ടിൽ അരുതാത്തത് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അങ്ങനെ ആ ഗ്രാമമുഖ്യൻ പറഞ്ഞപ്പോൾ ഇവാൻസ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ 4 പേരും അരുതാത്തത് ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ. ഇവാൻസ്, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ. ഒന്നുകൂടി ആ ദിവസത്തെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നീ നിന്റെ വിറക് എങ്ങനെ ശേഖരിച്ചത്? ആ ചോദ്യം ഉയർന്നതും ഇവാൻസ് പെട്ടെന്ന് അമ്പരപ്പോടെ ഗ്രാമമുഖ്യനെ നോക്കി. ഞാനും എല്ലയും താഴെ വീണുകിടന്ന വിറക എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ പീറ്ററും നടാഷയും ഏതോ മരം മുറിക്കുകയാണ് ചെയ്തത്. ഇവാൻസ്, ഈ കാടിനകത്ത് മരം മുറിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പുഴുതു വീഴുന്ന മരങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഒരു കാരണവശാലും വേരോടുകൂടി ഭൂമിയിൽ നിൽക്കുന്ന മരം മുറിക്കാൻ പാടില്ല. അങ്ങനെ മരം മുറിച്ചാൽ ഈ കാട് ആ മരം മുറിക്കുന്ന ആളെ ശിക്ഷിക്കും. എനിക്ക് തോന്നുന്നത് നടാഷയായിരിക്കും ആ മരം മുറിക്കാനുള്ള ആശയം ആദ്യം അവതരിപ്പിച്ചെന്നാണ്. നടാഷ പീറ്ററെ കൊണ്ട് ആ മരം മുറിപ്പിച്ചതാകും. അതുകൊണ്ടാണ് നടാഷയെ കാണാതായത്. അല്ല, ഈ മരം മുറിച്ചാൽ ആളിനെ കാണാതാവൂ? ഇവാൻസ്, ഞങ്ങൾ പറഞ്ഞല്ലോ ഈ കാടിന് ജീവനുണ്ടെന്ന്. ആ ജീവൻ ഏതു രൂപത്തിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. ആ രൂപം നമ്മളെ വഴിതെറ്റിക്കും. ശരിക്കും നടാഷ ചെയ്ത തെറ്റിൻ്റെ വലിപ്പമനുസരിച്ച് നടാഷയ്ക്ക് ശിക്ഷ കിട്ടും. ആ ശിക്ഷ 2 വിധത്തിലാണ്. ഒന്ന് വഴിതെറ്റിക്കൽ, മറ്റൊന്ന് ഭയപ്പെടുത്തുന്ന ഒരു രൂപം കാണിച്ച് പേടിപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ആ ഗ്രാമമുഖ്യൻ പറഞ്ഞപ്പോഴും ഇവാൻസിന് കഥ എങ്ങോട്ട് മനസ്സിലായില്ല. അത് ഇവാൻസിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നമുക്കൊരു കൾച്ചറുണ്ട്, സ്ലാവ് കൾച്ചർ എന്ന് പറയും. നമ്മുടെ ഈ റഷ്യയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും ഒക്കെ ഈ സ്ലാവിക് കൾച്ചറുണ്ട്. നമ്മുടെ തെക്ക് ഭാഗത്ത് ഉള്ള കൾച്ചർ പോലെ തന്നെയാണ് മോസ്കോ ഉക്രൈൻ മേഖലയിലുള്ള കൾച്ചറും. അതേ കൾച്ചർ ഈ പോളണ്ട് മേഖലയിലും ഉണ്ട്. ഞങ്ങളുടെ ഈ കൾച്ചറിനെ, ഞങ്ങളുടെ ഈ സംസ്കാരത്തെ സ്ലാവിക് കൾച്ചർ എന്നാണ് പറയുക. ഞങ്ങളുടെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കാടും കാടിനോടുള്ള ഇഷ്ടമൊക്കെ. കാട് സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാണ്. ആ കാട് ഞങ്ങൾ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ആ കാട് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്.
ആ കാടിനകത്ത് നമ്മൾ അനാവശ്യമായി എന്തെങ്കിലും ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാടിൻ്റെ ആ ജീവൻ രൂപം ആർജിക്കുകയും കാടിനെ ശല്യം ചെയ്ത ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യും. നടാഷയും പീറ്ററും അതുപോലെ എല്ലയൊക്കെ ആ ശൈലിയില ശിക്ഷിക്കപ്പെട്ടത്. എല്ല എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്ന് ഇവാൻസിന് മനസ്സിലായോ? ആ ചോദ്യം ഗ്രാമമുഖ്യൻ ചോദിച്ചപ്പോൾ തന്നെ ഇവാൻസിന് ഉത്തരവുമുണ്ട്. എല്ല ആ നദിയിലെ യെല്ലോ ഫിഷ് പിടിച്ചതാണ് ശിക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പീറ്ററാണല്ലോ ആ മരം മുറിച്ചത്. ഇവാൻസ്, ഈ കാടിന് ഒരു ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും ആ ജീവൻ ഒരു ജീവി തന്നെയാണ്. ആ ജീവിയെ നമ്മൾ വിളിക്കുക ലക്ഷി എന്നാണ്. ശരിക്കും ഈ കാടിനെ സംരക്ഷിക്കുന്നത് ലക്ഷിയാണ്. ലക്ഷി കാടിനെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ച് സ്നേഹിക്കും, കാടിനെ ഉപദ്രവിക്കുന്ന ആളുകളെ തിരിച്ച് ഉപദ്രവിക്കുകയും ചെയ്യും. ലക്ഷി പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും. നിങ്ങൾ കണ്ട ആ തീ കൊണ്ടുള്ള ആൾ രൂപമുണ്ടല്ലോ, അത് ലക്ഷിയുടെ ഒരു രീതിയാണ്. നിങ്ങളൊരു പക്ഷിയെ കണ്ടാര്യം പറഞ്ഞില്ലേ, നല്ല സ്വർണ്ണ തലമുടിയുള്ള ഒരു പക്ഷിയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ചിലപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിലും ലക്ഷി വരും. പൂർണ്ണമായും മൃഗമോ പൂർണ്ണമായും പക്ഷിയുമായി ലക്ഷി മാറില്ല. പകുതി മനുഷ്യനും പകുതി പക്ഷിയും, അല്ലെങ്കിൽ പകുതി മനുഷ്യനും പകുതി മൃഗവും. എന്നാൽ അങ്ങനെയും പൂർണ്ണമായും പറയാൻ കഴിയില്ല. ആ മൃഗവും മനുഷ്യനുമായിരിക്കുമ്പോൾ തന്നെ കാലുകളിൽ ചിലപ്പോൾ വേരുകളുണ്ടാവും, മരത്തിൻ്റെ വേരുകൾ. ചിലപ്പോൾ ദേഹത്ത് ഇലകളുണ്ടാവും. അതായത് കാടിനുള്ളിൽ കാണുന്ന എന്തും ലക്ഷ്യയുടെ രൂപമായി മാറാം. ചിലപ്പോൾ കുഞ്ഞു പക്ഷിയാവും, ചിലപ്പോൾ വലിയ പക്ഷിയാവും, ചിലപ്പോൾ വലിയ ആൾ രൂപമാവും, ചിലപ്പോൾ ആകാശമുട്ടയുള്ള വൻ രൂപമായി മാറും. നിന്ന് നിൽപ്പിൽ ചിലപ്പോൾ വലിയ രൂപം ഉണ്ടാവും, ചിലപ്പോൾ വലിയ രൂപം പെട്ടെന്ന് ചെറുതാവും. ഇതെല്ലാം കാടിൽ അതിക്രമിച്ച് കയറുന്ന ആളുകളെ ഭയപ്പെടുത്താനായിട്ട് ലക്ഷി കാണിക്കുന്ന ഓരോ വേലകളാണ്. ലക്ഷ്യയുടെ ഏറ്റവും വലിയ വേല എന്ന് ചോദിച്ചാൽ ആളെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ നമ്മളെ ഒരു ദിവസം മുഴുവൻ ഈ കാടിനകത്തിട്ട് കറക്കും. നീ പറഞ്ഞില്ലേ നിങ്ങൾ ഒരേ സ്ഥലത്ത് രണ്ടാമത് എത്തിയെന്ന്. ഭാഗ്യത്തിനാണ് നിങ്ങൾ ആ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചിലർ ജീവിതകാലം മുഴുവൻ ആ ചക്രത്തിനകത്ത് പെട്ടു, ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. എവിടേക്ക് നടന്നാലും ആദ്യം ഇരുന്ന സ്ഥലത്ത് തന്നെ മടങ്ങിയെത്തും. അങ്ങനെ ജീവിതം അവസാനിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. ഗ്രാമമുഖ്യൻ ലക്ഷ്യയുടെ കഥ പറഞ്ഞപ്പോൾ ഇവാൻസ് അറിയാതെ ചോദിച്ചു പോവുകയാണ്, അപ്പോൾ എൻ്റെ കൂട്ടുകാരെ തിരിച്ചു കിട്ടാൻ ഒരു മാർഗവുമില്ലേ? ഇവാൻസ്, നീ ഇവിടെ പുറത്തു വന്ന സ്ഥിതിക്ക് നിന്റെ കൂട്ടുകാരും പുറത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതിന് പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി കാടിനകത്ത് നിങ്ങൾക്ക് പറ്റിയ അതേ ശൈലിയിൽ വഴിതെറ്റിപ്പോയി. പക്ഷെ അവൾ പുറത്തു വന്നത് അവളുടെ മുത്തശ്ശി അവളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്തപ്പോഴാണ്. ഗ്രാമമുഖ്യൻ അത് പറഞ്ഞപ്പോൾ ഇവാൻസ് കൗതുകത്തോടെ ഗ്രാമമുഖ്യനെ നോക്കി. ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, കേട്ടാൽ ചിലപ്പോൾ നിനക്ക് ചിരി വരും. അവൾ എന്താ ചെയ്തെന്നറിയാവോ? അവൾക്ക് വഴി തെറ്റിയെന്ന് ബോധ്യമായതും അവൾ അണിഞ്ഞിരുന്ന ഷർട്ട് അഴിച്ച് തിരിച്ചിട്ടു. അകം പുറത്തേക്ക് വന്നു. ഷർട്ട് തിരിച്ചിട്ടാൽ ശരിയായ വഴിയിലേക്ക് കാട് അല്ലെങ്കിൽ ലക്ഷി അവളെ നയിക്കുമെന്ന് അവളുടെ മുത്തശ്ശി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിച്ച് അവൾ ആ കാട്ടിൽ ആ ഷർട്ട് തിരിച്ചിട്ടോടുകൂടി ശരിക്കും മുത്തശ്ശി പറഞ്ഞു തന്നെ സംഭവിച്ചു. അവളുടെ പിന്നീടുള്ള നടത്തം കൃത്യമായ വഴിയിലൂടെ ആവുകയും അവൾ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം കാടിനകത്ത് എന്ത് ചെയ്യണമെന്ന്. കാടിൽ നിന്റെ കൂട്ടുകാരൊക്കെ മിസ്സായല്ലോ, ആ മിസ്സായ ആളുകളെ തിരിച്ചെത്തിക്കാൻ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി നേരത്തെ ഒരു തവണ ഇതുപോലെ കാട്ടിനകത്ത് മിസ്സായി. കൊച്ചുകുട്ടിയാണ്. അവൾ മിസ്സായി പോയ വിവരം അവളുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ അറിവനുസരിച്ച് ഒരു കാര്യം ഞങ്ങൾ ചെയ്തു. നീ കണ്ടല്ലോ, പൈൻ മരങ്ങളാണ് ഇഷ്ടംപോലെ ഉള്ളതെന്ന്. ഞങ്ങൾ ആ പൈൻ മരത്തിന് ചുവട്ടിൽ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഒരു കാര്യം ചെയ്തു. ലക്ഷ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പൈൻ മരത്തിന് ചുവട്ടിൽ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കി നിരത്തി വെച്ചു. പിന്നെ ആ പൈൻ മരത്തിന് ചുറ്റുമായി കുഞ്ഞ് വിളക്കുകൾ കൊളുത്തി വെക്കുകയും നാണയങ്ങൾ നിരത്തി വെക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കാട്ടിലേക്ക് കയറി. അന്ന് കാണാതായ കുട്ടിയുടെ പേര് സാക്ഷ എന്നാണ്. സാക്ഷ എന്ന് വിളിച്ച് ഞങ്ങൾ കാട്ടിനകത്തൂടി കുറച്ച് അലഞ്ഞു തിരിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് സാക്ഷ വരികയായിരുന്നു. സാക്ഷ കൂണ് പറിക്കാനായിട്ടാണ് കാട്ടിലേക്ക് കയറിയത്. അവിടെ വെച്ച് അവളുടെ അമ്മയെക്കുറിച്ച് അറിയാതെ ആലോചിച്ചു പോയി. അതവള് സങ്കടപ്പെടുത്തിയപ്പോൾ അവള് ആ കൂണ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വെറുതെ ഇരുന്ന് കരഞ്ഞു. കരഞ്ഞത് മാത്രമാണ് അവൾക്ക് ഓർമ്മയുള്ളത്. കൂണ് പറിച്ചിട്ട് അവൾക്ക് പിന്നീട്
ഈ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ പറ്റിയില്ല. അവള് കാടിനകത്ത് അലഞ്ഞു തിരികെയായിരുന്നു. ഈ കാടിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? ഉറക്കെ ചിരിച്ചാലും കരഞ്ഞാലും കാട് നമ്മളെ ശിക്ഷിക്കും. തികച്ചും അമ്പരപ്പിക്കുന്ന കഥകളൊക്കെയാണ് ആ ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് പറയുന്നത്. ഇവാൻസ് ഇപ്പോൾ ആലോചിക്കുന്നത് അവര് 4 പേരും കൂടി പൊട്ടിച്ചിരിച്ചതും ബഹളമുണ്ടാക്കിയതും ഒക്കെയാണ്. ശരിക്കും ആഹ്ലാദിച്ചാണ് അവര് ആ കാട്ടിനകത്തൂടി നടന്നത്. അതെങ്ങാനും കാടിനെ ഇനി ക്ഷോഭിപ്പിച്ചിരിക്കൂ, കാടിലെ ആ ലക്ഷ്യ അതുകൊണ്ടായിരിക്കൂ ആ 3 ആളുകളെയും 3 സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ മിസ്സായിരിക്കുന്നത്. പിന്നെ കാടിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. മീൻ പിടിച്ചതും മരം മുറിച്ചതും കാടുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ച് ഇവാൻസ് ആലോചിക്കുമ്പോൾ ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നമുക്ക് ആ രീതിയിൽ ഒരു ശ്രമം നടത്താം. ഇവാൻസിനെ ഏത് ശൈലിയിലും രക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അവർ കടന്നിരിക്കുകയാണെന്ന് വ്യക്തം. ഇവാൻസ്, നേരം പുലർന്നിട്ട് നമുക്ക് കാട്ടിലേക്ക് പോവാം. എന്നാലും ഈ രാത്രിയിൽ കാടിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ആ ഗ്രാമത്തിലെ ആളുകൾ ഇവാൻസിന് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി. പിറ്റേന്ന് നേരം പുലർന്നതും ഗ്രാമമുഖ്യനും സംഘാംഗങ്ങളും ഒരുപാട് സാധനങ്ങൾ സംഘടിപ്പിച്ചു. കുറേയേറെ വിളക്കുകൾ, കുറെ അപ്പം, കുറെ ചെമ്പിലുള്ള നാണയങ്ങൾ. അത് 3ഉമാണ് അവരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത്. മിസ്സായി പോയിരിക്കുന്ന ഇവാൻസിന്റെ 3 സുഹൃത്തുക്കളെയും ആ കാട്ടിനകത്തുനിന്ന് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് ആ 3 സാധനങ്ങൾക്ക് ഉണ്ടെന്നാണ് ഗ്രാമമുഖ്യനും കൂട്ടരും ഇവാൻസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇവാൻസിന് അവർ പറയുന്നത് വിശ്വസിക്കാനല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇവാൻസ് അവർക്കൊപ്പം കാടിനകത്തേക്ക് കടന്നു. കാട്ടിൽ നിറയെ പൈൻമരങ്ങളാണ് നിൽക്കുന്നത്. ആ പൈൻമരങ്ങളെ നോക്കിയിട്ട് ഗ്രാമമുഖ്യൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, ശരിക്കും എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും മരവുമായി ബന്ധമുണ്ടാകും. ആ മരം ഏതാണെന്ന് അറിഞ്ഞാൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഈ നാണയത്തൂട്ടുകളും അപ്പവും വെച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉദ്ദേശം നടക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ പൈൻമരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈവശമുള്ള ഈ സാധനങ്ങൾ പറ്റാവുന്ന എല്ലാ പൈൻമരങ്ങളുടെയും അടുത്ത് വയ്ക്കാം. പിന്നെ ഒരു കാര്യം, കാടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പൂർണ്ണ നിശബ്ദനായിരിക്കണം. അതേസമയത്ത് നീ നിന്റെ കൂട്ടുകാരെ പതുക്കെ വിളിക്കുകയും വേണം. ഉറക്കെ വിളിക്കരുത്. നടാഷ നടാഷ എന്ന് വിളിക്കുക. അതുപോലെ പീറ്റർ പീറ്റർ എന്ന് പറയാം. അതുപോലെ നിന്റെ ജോഡിയെ നിനക്ക് വിളിക്കാം. എല്ലാം അല്ലാതെ ഉറക്കെ വിളിക്കരുത്. പിന്നെ ഈ സുഹൃത്തുക്കളെ കാണാനില്ല എന്ന് കരുതി ഉറക്കെ കരഞ്ഞു വിളിക്കുകയോ കാണാനില്ലാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ട് വിളിക്കുകയോ ചെയ്യാൻ പാടില്ല. വളരെ സാവധാനം മാത്രം, അതും ആവശ്യത്തിന് മാത്രം ശബ്ദമുയർത്തി വിളിച്ചാൽ മതി. കാടിനെ ഒരു തരത്തിലും ദേഷ്യപ്പിടിപ്പിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത ഇവാൻസിലേക്ക് ആ ഗ്രാമമുഖ്യൻ പങ്കുവെക്കുകയാണ്. ഈ സമയത്ത് ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിശബ്ദരായി അവിടെയുള്ള പൈൻമരങ്ങളുടെ ചുവട്ടിലായി അവർ കൊണ്ടുവന്ന അപ്പങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീം അപ്പങ്ങളെ നിരത്തി വെക്കുമ്പോൾ മറ്റൊരു ടീം അവർ കൊണ്ടുവന്ന ആ ചെമ്പ് നാണയങ്ങൾ നിരത്തി വെക്കുകയാണ്. 3ാമത്തെ ടീമിന്റെ ജോലി എല്ലാ പൈൻമരങ്ങളുടെ ചുവട്ടിലും വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. നേരം പുലർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. കാറ്റൊന്നും അടിച്ചുറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിളക്കുകൾ കൊളുത്തു വെച്ചപ്പോൾ അതൊക്കെ പ്രകാശിക്കുന്നുണ്ട്. അത്രയും ചെയ്തതിന് ശേഷം ഗ്രാമമുഖ്യനും ടീമും കാടിൻ്റെ അകത്തേക്ക് കടന്നു, കൂടെ ഇവാൻസും. ആ ടീം ഏത് പേരാണ് ആദ്യം വിളിക്കേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ധാരണയിൽ എത്തിയെന്ന് ആദ്യത്തെ പേര് വിളിക്കുന്ന കേട്ടപ്പോൾ ഇവാൻസിന് മനസ്സിലായി. അവർ വിളിക്കുന്നത് നടാഷ എന്നാണ്. നടാഷ 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 അങ്ങനെ വിളിച്ചുകൊണ്ട് ആ ടീം കാട്ടിനകത്തോട് നടക്കുകയാണ്. ആദ്യം കാണാതെ പോയത് നടാഷ ആയതുകൊണ്ടാണ് നടാഷയെ വിളിക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ ഇവാൻസിന് മനസ്സിലായി. ഇവാൻസും സാവധാനം നടാഷ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അവർ കാടിനകത്തേക്ക് ഏകദേശം ഒരു 4-5 കിലോമീറ്ററെങ്കിലും നടന്നു കാണും. നടാഷ നടാഷ എന്ന് വിളിച്ചുകൊണ്ട് ആ ടീം കാടിനകത്തോട്ട് അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇവാൻസിനൊപ്പമുള്ള ടീമും അവരുടെ വലതു ഭാഗത്തുള്ള മലഞ്ചെരുവിലേക്ക് അറിയാതെ നോക്കിപ്പോവുകയാണ്. അവിടെ ആ ചരിവിൽ ഒരു സ്ത്രീ കിടക്കുന്നത് കൃത്യമായിട്ടും ഇപ്പുറത്ത് മലയിൽ നിൽക്കുന്ന അവർക്ക് കാണാം. അത് കണ്ടതും ഇവാൻസ് ഗ്രാമമുഖ്യനോട് പറഞ്ഞു, അത് ഏയ് ഇവാൻസ്, പതുക്കെ, അത് നടാഷ തന്നെയാവും. നമുക്ക് അവിടെ അടുത്തെത്താം. അവര് ആ മലയിൽ നിന്ന് താഴോട്ടിറങ്ങി ആ താഴ്വരയെ കൂടി നടന്ന് ആ എതിരെ കാണുന്ന മലയിലേക്ക് കയറി തുടങ്ങി. ആ മല കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവാൻസിന് കൃത്യമായി ആളെ മനസ്സിലായി, അത് നടാഷ തന്നെയാണ്. ഏതാനും മിനിറ്റുകൾക്കകം ആ ടീം നടാഷ കിടക്കുന്നിടത്തെത്തി. നടാഷ നല്ല ഉറക്കത്തിലാണ്. അവളുടെ അടുത്തെത്തി ഇവാൻസ് അവളുടെ ഷോൾഡർ തട്ടി അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. 3-ാം തവണ കുലിക്കുമ്പോൾ നടാഷ കണ്ണു തുറന്ന നടാഷ കാണുന്നത് ഇവാൻസിനെയാണ്. ഏയ് ഇവാൻസ്, ഏയ് നടാഷ. അങ്ങനെ രണ്ടുപേരും പരസ്പരം പറയുമ്പോൾ ഗ്രാമമുഖ്യൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അധികം ശബ്ദമുണ്ടാക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് നടാഷയുമായി അവർ താഴെ ആ താഴ്വാരയിലേക്ക് ഇറങ്ങി.
താഴ്വരെ എത്തിയതും ഇവാൻസ് നടാഷയോട് ചോദിച്ചു, നടാഷ എന്താ സംഭവിച്ചത്? നീ പീറ്ററും കൂടി ഒന്നിച്ചല്ലേ ഓടിയത്? അതെ ഇവാൻസ്, ഞങ്ങൾ രണ്ടും ഒന്നിച്ചോടുമ്പോ ഞങ്ങൾ രണ്ടും കൂടി ഒരു കുഴിയിൽ വീണായിരുന്നു. കുഴി വീണപ്പോൾ തന്നെ എന്റെ ബോധം പോയി. ഇപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അല്ല ഇവാൻസ്, എന്നെ എങ്ങനെയാ നീ കുഴി നിന്നെടുത്ത് കയറ്റിയത്? അവള് അങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലായി. ഒത്തിരി ആളുകളുണ്ടല്ലോ, അവരെല്ലാരും കൂടി ചേർന്ന് അവളെ എടുത്തു പൊക്കിയതാണ്. പെട്ടെന്ന് അവൾ ചുറ്റും നോക്കി. ഇവാൻസ്, പീറ്റർ എവിടെ? നടാഷ, പീറ്ററും നിന്നെ പോലെ മിസ്സായിട്ടുണ്ട്. ഈ കാട്ടിൽ എവിടെയോ ഉണ്ട്. നീ ഞങ്ങൾക്കൊപ്പം കൂടിക്കൂ, നമുക്ക് പീറ്ററിനെ കണ്ടുപിടിക്കും. അങ്ങനെ ഇവാൻസ് പറഞ്ഞതും ഗ്രാമ മുഖ്യനും ആ ടീമും അടുത്ത ആളെ തിരയാനുള്ള നടപടിയിലേക്ക് കടന്നു. അവർ പതുക്കെ പേര് മാറ്റി വിളിച്ചു തുടങ്ങി. പീറ്റർ, പീറ്റർ. പതുക്കെ പതുക്കെ പീറ്റർ പീറ്റർ എന്ന് വിളിച്ച് ആ ടീം നടക്കുമ്പോൾ ഇവാൻസ് നടാഷയോട് പറഞ്ഞു, നടാഷ ഉറക്കെ വിളിക്കുകയോ കരഞ്ഞു വിളിക്കുകയോ ചെയ്യരുത്. പതുക്കെ പീറ്റർ എന്ന് മാത്രം പറയുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ നടാഷയോട് ഇവാൻസ് പറഞ്ഞതും നടാഷ ഇവാൻസ് പറഞ്ഞനുസരിച്ച് ആ ടീമിനൊപ്പം നടന്നു തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂർ അവര് നടന്നപ്പോൾ അവർക്ക് പീറ്ററെ കിട്ടി. പീറ്റർ ഒരു മരത്തിന്റെ ചൂട്ടി കിടക്കുകയാണ്. പീറ്റർ നല്ല ഉറക്കത്തിലാണ്. പീറ്ററെ തട്ടി വിളിച്ച് ഉണർത്തുന്നത് ഇപ്പൊ നടാഷയാണ്. നടാഷ രണ്ടു തവണ പീറ്റർ പുറത്ത് തട്ടിയതും പീറ്റർ ഞെട്ടി ഉണർന്നു. തൊട്ടു മുന്നിൽ നടാഷയെ കണ്ടതും പെട്ടെന്ന് പീറ്റർ പുറകോട്ട് മാറി. അത് കണ്ടത് നടാഷ അമ്പരപ്പോടെ പീറ്ററോട് ചോദിച്ചു, പീറ്റർ എന്താ എന്താ എന്താ? അപ്പോഴാണ് പീറ്റർ ഇവാൻസിനെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ കാണുന്നത്. അയാൾ പെട്ടെന്ന് തലവ് നനക്കിയിട്ട് അയാൾ ചുറ്റും നോക്കിയിട്ട് ആ മരത്തിലേക്ക് ഒന്ന് ചാരിയിരുന്നു. അയാൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ പെട്ടിരിക്കുകയാണെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. അവരെ കൊണ്ടുവന്ന വെള്ളം ഇതിനിടയിൽ ഇവാൻസ് പീറ്റർക്ക് കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പീറ്റർക്ക് ഒരു ആശ്വാസമായി. പീറ്ററോടായി ഇവാൻസ് ചോദിച്ചു, പീറ്ററെ എന്താ സംഭവിച്ചത്? ഇവാൻസ്, ഞാൻ എൽനയോടൊപ്പം വിറകൊടിക്കാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? അതെ അതെ അതെനിക്ക് ഓർമ്മയുണ്ട്. ഇവാൻസ്, എല്ലാ വിറകുമായി വരുമ്പോൾ ഞാനും വിറകൊക്കെ അടുക്കിപ്പറക്കി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പീറ്റർ എന്ന് ആര് വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ശ്രദ്ധിച്ചപ്പോൾ നടാഷിന്റെ ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വിറക് അവിടെ ഇട്ടിട്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് ശരിക്കും ഓടുകയായിരുന്നു. ഓടുമ്പോൾ എനിക്ക് വ്യക്തമായി നടാഷിയുടെ ശബ്ദം കേൾക്കാം. അവൾ എന്നെ തന്നെ വിളിക്കുകയാണ്, പീറ്റർ പീറ്റർ എന്ന്. ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഓടിക്കാണും. അപ്പോൾ മരങ്ങൾക്കിടയിൽ നടാഷ് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നടാഷിൻ്റെ അടുത്ത് ഓടിയെത്തിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. നടാഷ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു മരത്തിൻ്റെ അത്രയും വലിപ്പത്തിലങ്ങ് വളർന്നു. അത് കണ്ട ആ നിമിഷത്തിൽ ഞാൻ ബോധം കെട്ട് താഴെ വീണതാണ്. ഇപ്പോൾ നിങ്ങൾ വന്നെന്നെ വിളിച്ചു ഉണർത്തുമ്പോഴാണ് ഞാൻ ഉണർന്നത്. നടാഷ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവള് ഒരു മരത്തിന്റെ അത്രയും വലിപ്പത്തിൽ വളർന്ന കാഴ്ച പീറ്റർ കണ്ടു എന്നാ പറയുന്നത്. ശരിക്കും കഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയിലാണ് നടാഷ. പീറ്ററും അതേ അവസ്ഥയിലാണ്. അവനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അമ്പരം നിൽക്കുന്ന അവർ രണ്ടുപേരോടായി ഇവാൻസ് പറഞ്ഞു, എന്താ സംഭവിച്ചെന്ന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് എല്ലിനെ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാം നമ്മളെ കൂടെ ഇല്ലേ? ഇല്ല, നമുക്ക് അവളെ കൂടെ കണ്ടുപിടിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ടീം പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. എല്ല എന്ന് വിളിച്ചുകൊണ്ട് ആ ടീം നടക്കുകയാണ്. കുറെ നേരം അവര് അലഞ്ഞു തിരിഞ്ഞു കാണും. പെട്ടെന്നാണ് ഒരു വലിയ പക്ഷി അവരുടെ തലയ്ക്ക് മുകളിൽ കൂടി കിഴക്ക് ദിശ ലക്ഷ്യമാക്കി പറന്നത് അവർ ശ്രദ്ധയപ്പെട്ടത്. ആ പക്ഷി ഒരു മരത്തിന്റെ നേരെ പറന്നു പോയപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും ആ പക്ഷിയെ ഫോളോ ചെയ്ത് ആ മരത്തിലേക്ക് എത്തി. പെട്ടെന്ന് ആ പക്ഷി അപ്രത്യക്ഷമാവുകയും ചെയ്തു. പക്ഷേ ആ പക്ഷിയെ ഫോളോ ചെയ്തെത്തിയ അവരുടെ കണ്ണുകൾ ആ മരത്തിൽ കൃത്യമായി ഒന്ന് ഉടക്കി. ആ മരത്തിന്റെ മുകളിൽ 2 ശാഖകൾക്കിടയിലായി എൽന ഇരിക്കുകയാണ്. അവള് കണ്ണുകൾ അടച്ചു പിടിച്ചിട്ടുണ്ട്. നദിയിൽ മീൻ പിടിക്കാൻ പോയ എൽന ഇതാ മരത്തിന്റെ മുകളിൽ ആ മരത്തെ കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. എന്തായാലും ആ ഗ്രാമത്തിലെ ആളുകൾ ഒരു പരുവത്തിൽ മരത്തിന്റെ മുകളിൽ കയറി എൽനയെ തട്ടി വിളിക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും ആളുകളെ കണ്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് ആശ്വാസമായി. പെട്ടെന്നാണ് അവള് താഴെ നിൽക്കുന്ന ഇവാൻസിനെയും നടാഷയും അതുപോലെ പീറ്ററെയും കാണുന്നത്. അവളെ ഒരു പരുവത്തിൽ ആളുകൾ താഴേക്ക് ഇറക്കി. അവൾ താഴെ എത്തിയപ്പോൾ നടാഷ എല്ലോട് ചോദിച്ചു, എല്ല നീ എങ്ങനെ ഈ മരത്തിന് മുകളിൽ കയറിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും എല്ലയ്ക്ക് അറിയത്തില്ല. എല്ല അവരോട് പറഞ്ഞു, ഞാനും ഇവാൻസും ഒരു മീൻ പിടിച്ച് പൊരിക്കുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീനും കൂടെ പിടിക്കാനായിട്ട് ഞാൻ ആ പുഴയിലേക്ക് പോയതാണ്. പക്ഷെ ആ പുഴയുടെ അടുത്തെത്തിയപ്പോൾ നദിയിൽ ഞാൻ പീറ്ററെ കണ്ടു. പീറ്റർ നദിയിൽ മുങ്ങിത്താഴുന്ന കാഴ്ച കണ്ട ഞാൻ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയായിരുന്നു. ഞാൻ നീന്തി പീറ്റർ അടുത്തെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് കുറച്ച് വെള്ളം എൻ്റെ തലയുടെ മുകളിൽ കൂടെ വീണു. ഞാൻ ആ വെള്ളത്തിലേക്ക് താന്നു. ബോധം വന്നപ്പോൾ ഇപ്പോൾ ഈ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും അസ്വാഭാവികമായ ചില കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അവര് കൂടുതൽ കാര്യങ്ങൾ ഗ്രാമത്തിലെത്തിയതിനു ശേഷം സംസാരിക്കാമെന്ന ഒരു ധാരണയിലേക്ക് എത്തിയതും ആ ടീം
പതുക്കെ ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രാമത്തിന്റെ അതിർത്തി കടക്കുന്നവരെ ആരും സംസാരിച്ചില്ല എന്നാണ് സത്യം. ഗ്രാമത്തിലേക്ക് ആ മുഴുവൻ ആളുകളും കയറുമ്പോൾ പീറ്റർ തന്റെ പുറകിലുണ്ടായിരുന്ന ഇവാൻസിനെ നോക്കി. ഇവാൻസ് പുറകിലില്ല. അയാളുടൻ മുൻവശത്ത് നോക്കി. അവിടെ ഇവാൻസ് ഇല്ല. ഏയ് അല്ല, നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇവാൻസ് എന്തേ? അല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവാൻസ് ഇല്ലേ? അവളും ചുറ്റും നോക്കി. ഇവാൻസ് അവരുടെ കൂടെ ഇല്ല. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടതും ഗ്രാമമുഖ്യൻ അവരോട് ചോദിച്ചു, എന്താ, എന്തു പറ്റി? അല്ല, ഇവാൻസിനെ കാണാനില്ല. പെട്ടെന്ന് ഗ്രാമമുഖ്യനും കൂടുതൽ ആളുകളും തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടുപുറകിൽ ആ കാട് മാത്രമാണ് കാണാനുള്ളത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഇവാൻസ് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇവാൻസിനെ കാണുന്നില്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞതും ഗ്രാമമുഖ്യൻ ആ 3 പേരോടായി ചോദിച്ചു, ശരിക്കും നിങ്ങൾ എന്തിനാ ഈ കാട്ടിൽ വന്നത്? ഇവാൻസിന്റെ മിസ്സിങ്ങും അവരുടെ ആഗമന ഉദ്ദേശവും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊരു ചിന്ത പെട്ടെന്ന് പീറ്ററുടെ മനസ്സിലേക്ക് വന്നു. ശരിക്കും അതേ ചിന്ത എല്ലയുടെയും അതുപോലെ നടാഷയുടെയും മനസ്സിൽ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ആഗമന ഉദ്ദേശം ആ ഗ്രാമമുഖ്യനോട് പറയണോ വേണ്ടയോ എന്നൊരു സംശയം. ആ സംശയം അവരുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ ആ ഗ്രാമമുഖ്യൻ അവരോട് പറഞ്ഞു, തെറ്റായ ചിന്തയുമായി ആര് ഈ വനത്തിനകത്തേക്ക് കടന്നാലും പിന്നെ അവര് പുറത്തേക്ക് വരില്ല. ഈ വനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വനത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രക്കാരനെയും ഈ വനം ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ വനത്തിന് മാത്രം അർഹതപ്പെട്ടത് എടുക്കാൻ ആരെങ്കിലും വന്നാൽ ആ ആളെ വനം പുറത്തേക്ക് വിടത്തുമില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒത്തിരിയേറെ രാജ്യങ്ങളാണ് റഷ്യക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത്. സോവിയറ്റ് യൂണിയനുമായി കണക്ഷൻ ഉണ്ടായിരുന്ന പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെ ശരിക്കും ഒരു ബന്ധമുണ്ട്. ആ ബന്ധം അവിടെ ആ സ്ലാവിക് കൾച്ചറാണ്. ആ കൾച്ചറിനകത്ത് അതീവ രസകരമായ ഒത്തിരിയേറെ മിത്തുകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ എടുത്ത ഒരു മിത്താണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ മിത്തിന് അവർ വിളിക്കുക ലക്ഷ്യം എന്നാണ്. പ്രകൃതിയെ നമുക്ക് ഉപയോഗിക്കാം, പ്രകൃതിയിലെ വിഭവങ്ങളെ ഉപയോഗിക്കാം. പക്ഷെ ആ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി നമ്മളെ അതിനെ അനുവദിക്കില്ല എന്ന ശൈലിയിലുള്ള ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാൻ അറിയാം. അതിനുവേണ്ടി അത് നമ്മളെ ഈ ശൈലിയിൽ വട്ടുപിടിപ്പിക്കുന്ന കൃത്യങ്ങൾ വരെ ചെയ്യുമെന്നുള്ള ഒരു സൂചനയാണ് ഈ കഥയിലുള്ളത്. ഓരോ രാജ്യത്തും ഓരോ ശൈലിയിലുള്ള കഥകളുണ്ട്. ആ കഥകൾ കേൾക്കുമ്പോൾ ഈ നാടോടി കഥകളും മിത്തുകളും ഒക്കെ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഒരു സാക്ഷ്യപത്രം നമുക്ക് ലഭിക്കുകയാണ്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും മിത്തുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മിത്ത് ചാനൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് കഥാവേദിയിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.